ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇന്ന് ആപ്കി അദാലത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു വിചാരണയാണ് നടക്കാൻ പോകുന്നത്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ വിചാരണ നടത്താൻ പോകുന്നത് 2 പേരോടാണ്. ഇതാ കണ്ടില്ലേ, ഇവിടെ സ്പേസ് വലുതാണ്, 2 കസേരയുണ്ട്. 2 പേരും എങ്ങനെയുള്ള വ്യക്തികളാണെന്ന് വെച്ചാൽ അവർ രണ്ടും പ്രത്യേകതകൾ നിറഞ്ഞ 2 വ്യക്തികൾ. 2 പേരും വ്യത്യസ്ത മേഖലകളിൽ നിന്ന് വരുന്നവരാണ്. 2 പേരും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. 2 പേരും ഒന്ന് തന്നെയാണ്. ഒരാൾ രാഷ്ട്രീയ ലോകത്ത് നിന്ന് വരുന്നു, മറ്റൊരാൾ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ആളാണ്. പ്ലീസ് വെൽക്കം പൊളിറ്റീഷ്യൻ രാഘവ് ചഡ്ഡ, പിന്നെ ഫിലിം സ്റ്റാർ പരിണിതി ചോപ്ര. നമ്മുടെ ഇന്നത്തെ ജഡ്ജിയും പ്രത്യേകതകൾ നിറഞ്ഞ വ്യക്തിയാണ്. ഇദ്ദേഹത്തിനും 2 രൂപമുണ്ട്. ഇദ്ദേഹം ഇമേജ് ഗുരുവാണ്, പിന്നെ രാഷ്ട്രീയത്തിൽ എക്സ്പേർട്ടുമാണ്. പ്ലീസ് വെൽക്കം ഇമേജ് ഗുരു ആൻഡ് പൊളിറ്റിക്കൽ എക്സ്പേർട്ട് ദിലീപ് ചെറിയാൻ. ഇന്നത്തെ വിചാരണ തുടങ്ങാം. ശരി, ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ നമ്മൾ ആരംഭിക്കാൻ പോകുകയാണ്. പിന്നെ ആദ്യത്തെ കുറ്റാരോപണം ഇവരുടെ പേരിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ പരിണിതി ചോപ്ര ഒപ്പം രാജ്യസഭാ മെമ്പറായ രാഘവ് ചട്ടയുടെ മേലുള്ള ആരോപണം ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് എന്നുള്ളതാണ്. നിങ്ങൾ 2 പേരും എങ്ങനെയാണ് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് വാശി പിടിക്കുന്നത്, എങ്ങനെ ഐഡിയയിൽ നിന്ന് ഓരോ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഓ ഗോഡ് സർ. താങ്കളുടെ പേരൻസ് താങ്കളെ ഒരു ബാങ്കർ ആക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. അതെ. പഠിത്തത്തിന് വേണ്ടി മാഞ്ചസ്റ്ററിലേക്ക് അയച്ചു, ധാരാളം ചെലവും ചെയ്തു. പക്ഷെ താങ്കൾ ജോലി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞൊരു കാരണം പറഞ്ഞ് തിരിച്ചെത്തി ഇവിടേക്ക്. സർ, സത്യം ഇതാണ്. 2009 എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞത്. ഓഫ് കോഴ്സ് എന്റെ സ്വപ്നം ഒരു ഇൻവെസ്റ്റർ ബാങ്കർ ആകണമെന്നായിരുന്നു. പക്ഷേ ആ വർഷം റിസഷൻ ഉണ്ടായതുകൊണ്ട് സത്യമായിട്ട് എനിക്ക് ജോലിയും കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ വിസ എക്സ്പയർ ആയി. ഈ കാര്യം എനിക്ക് അച്ഛനോട് വിളിച്ചു പറയാനുള്ള ഒരു ധൈര്യം പോലും ഇല്ലായിരുന്നു. അദ്ദേഹം എനിക്ക് വേണ്ടി 3 വർഷത്തേക്ക് ലോൺ എടുത്തിരിക്കുകയായിരുന്നു. കാശ് ചേർത്ത് വെച്ച് എനിക്ക് അയച്ചു തരുമായിരുന്നു. അതെല്ലാം വേസ്റ്റ് ആയി വീട്ടിലേക്ക് തിരിച്ചു വരുവാന്ന് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് കള്ളം പറയേണ്ടി വന്നത്. ആക്ച്വലി ഇന്ത്യയിൽ എനിക്ക് ജോലി കിട്ടി, അതിനുവേണ്ടി വരികയാണെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ എന്റെ വല്യമ്മ, അതായത് പ്രിയങ്കയുടെ അമ്മ, ഞാൻ അവർക്കാണ് ഫോൺ ചെയ്തത്. വല്യമ്മയോട് ഞാൻ സീക്രട്ടായിട്ട് പറഞ്ഞു ഇതുപോലൊക്കെ സംഭവിച്ചു, എന്റെ വിസയെ എക്സ്പയറി ആയെന്ന്, ഞാൻ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണെന്നും. പക്ഷെ അച്ഛനോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ലെന്ന്. എനിക്കൊരു ജോലി ശരിയാക്കിയില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. വല്യമ്മ പറഞ്ഞു ഒരു പ്രശ്നമില്ല, നീ വന്നോളൂന്ന്. അങ്ങനെ ഞാൻ ബോംബെയിലെത്തി. ഒന്ന് ആലോചിച്ച് നോക്കൂ സാർ, അവർക്ക് ബോംബെയിൽ എല്ലാവരെയും അറിയാം. പക്ഷെ എനിക്ക് അവിടെ ഒരു ജോലിയും കിട്ടിയില്ലെന്ന് വേണം പറയാൻ. ഒരു ജോലിയും കിട്ടിയില്ല. അതിനുശേഷം ഒരു ദിവസം എന്റെ സിസ്റ്റർ ഷൂട്ടിങ്ങിലായിരുന്നു. ഞാൻ എന്റെ സിസ്റ്ററിന്റെ കൂടെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോയി. ആദ്യമായിട്ട് ഷൂട്ടിംഗ് കണ്ടു. പ്യാർ ഇമ്പോസിബിൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അന്നേരം എനിക്കൊരു ഐഡിയ കിട്ടി. അതായത് എന്റെ റിസിഷനും ഈ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന്. അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തി, ഇവിടെ ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെന്ന്. സോ ഞാൻ അപ്ലൈ ചെയ്തു. എനിക്കവിടെ ജോലിയും കിട്ടി. അച്ഛനോട് ഫോൺ ചെയ്തിട്ട് എനിക്കിവിടെ ജോലി കിട്ടിയെന്നും പറഞ്ഞു. അങ്ങനെ എന്റെ പ്രശ്നം സോൾവ് ചെയ്തു. സോ ഇതുവരെയായിട്ട് അച്ഛന് ഇന്നും മനസ്സിലാകും. പക്ഷേ അച്ഛനോട് എനിക്കന്ന് പറയാൻ സാധിച്ചില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് സങ്കടപ്പെടുത്താൻ പക്ഷെ കഴിഞ്ഞില്ല. താങ്കളുടെ മനസ്സിൽ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? പ്രിയങ്കയെ കണ്ടതിന് ശേഷം അതുപോലെ ഒരു സ്റ്റാർ ആകണം തനിക്കെന്ന്, അങ്ങനെയുള്ള എന്തെങ്കിലും? എല്ലാരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഞാൻ ഇന്ത്യയിലേക്ക് ഇതിനു വേണ്ടിയാണ് വന്നത്. സർ, താങ്കൾക്കറിയാവോ, ഞാൻ നന്നായിട്ട് പഠിച്ച് ഇന്ത്യയിൽ നല്ല മാർക്ക് എടുത്ത് വെളിരാജ്യത്ത് പോയത് ഇതിനു വേണ്ടിയാണ്. അതുകൊണ്ടാണ് എനിക്ക് എന്റെ പ്ലാൻ ഇൻവെസ്റ്റർ ബാങ്കർ ആവണമെന്നായിരുന്നു. അത്രേ ഉള്ളായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ ബോളിവുഡുകാരെല്ലാം ഈസിയായിട്ടുള്ള ജോലിയാ ചെയ്തോണ്ടിരിക്കുന്നതെന്ന്. ആക്ട്രസ് ഒരു കൊടയും പിടിച്ചോണ്ട് നിന്നോണ്ടിരിക്കുന്നു. എന്തെങ്കിലും 2 ഡയലോഗ് പറഞ്ഞാ മതി, അതിനുശേഷം വീട്ടിലേക്ക് പോയി നല്ല കാശ് സമ്പാദിച്ച് ജോളിയായിട്ടിരിക്കാവുന്നു. പക്ഷെ നമ്മൾ എന്തും വേണ്ടി കഷ്ടപ്പെടണം, എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിച്ചതൊക്കെ തെറ്റായിരുന്നു. ഫിലിം ഇൻഡസ്ട്രിയായിട്ട് സംബന്ധം ഇല്ലാത്തവരുടെ ധാരണയല്ല ഇതാണ്. എന്റെ ധാരണ ഇതായിരുന്നു. രാഘവനെ പോലെ. സാർ, ഇദ്ദേഹം ഇപ്പോഴും ഇങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്.
സാർ, താങ്കളെയും താങ്കളുടെ പേരൻസ് പഠിപ്പിച്ചൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആക്കി. ഞാൻ മനസ്സിലാക്കിയത് താങ്കൾ ഒരു പുസ്തക പുഴുവാണെന്നാണ്. മുറി അടച്ചിട്ട് രാത്രി മുഴുവനും വായിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടു. അത്രത്തോളം കഷ്ടപ്പാടും വേസ്റ്റ് ചെയ്തിട്ട് താങ്കൾ അണ്ണാ ഹസേരയുടെ ഒപ്പം പോയി ചേർന്നല്ലോ. നോക്കൂ സാറേ, സത്യമെന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാനും ഇവരെ പോലെ തന്നെ ജീവിതത്തിൽ വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടിയായിരുന്നു ആഗ്രഹിച്ചത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എൻ്റെ ക്ലാസ് ടീച്ചർ കുട്ടികളെ എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് ഭാവിയിൽ നിങ്ങൾ എന്താവും എന്ന് ചോദിച്ചു. അതായത് ഭാവിയിൽ ആരാവാനാണ് താല്പര്യമെന്ന് ചോദിച്ചു. ഞാനന്ന് പറയാറുണ്ടായിരുന്നത് എനിക്ക് മിലിറ്ററിയിൽ ചേരണമെന്നായിരുന്നു. എൻ്റെ ഫാമിലിയിൽ ഒരുപാട് പേര് മിലിറ്ററിയിൽ ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും ഇന്ത്യൻ ആർമിയുടെ ഭാഗമാകാൻ ആഗ്രഹിച്ചു. പക്ഷേ എൻ്റെ ആ സ്വപ്നം നിറവേറാതെ തന്നെ പോയി. അതുകൊണ്ട് ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസിയായിട്ട് മുന്നോട്ട് പോയി. അതിനുശേഷം ജീവിതത്തിൽ എങ്ങനെയുള്ള അവസ്ഥയാണ് വന്നതെന്നാൽ, അണ്ണാ ഹസാരെ സാർ ഒരു പ്രക്ഷോഭം തന്നെ ആരംഭിച്ചില്ലേ, ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന പേരിൽ. അപ്പോൾ ഞാനൊരു സാധാരണ വളണ്ടിയർ ആയിട്ട് ഞാനും അവരുടെ കൂടെ ചേർന്നു, എൻ്റെ ഒരു പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ടി. അതിനുശേഷം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. ഞാൻ അതിൻ്റെ ഒരു ഫൗണ്ടിംഗ് മെമ്പറായി മാറി. പിന്നീടാണ് കഥ തുടങ്ങുന്നത്. സോ ഞാൻ സത്യം പറയുകയാണെങ്കിൽ രാഷ്ട്രീയം ഞാൻ തിരഞ്ഞെടുത്തതല്ല, രാഷ്ട്രീയം എന്നെ തിരഞ്ഞെടുത്തതാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ നോക്കൂ, താങ്കളുടെ സുഹൃത്തുക്കൾ, താങ്കളുടെ സ്കൂൾ സുഹൃത്തുക്കൾ, കോളേജ് സുഹൃത്തുക്കൾ, അങ്ങനെയുള്ള ധാരാളം പേരെ എനിക്ക് നന്നായിട്ട് അറിയാം. അവർ പറയുന്നത് 6-7 ഡിജിറ്റ് ശമ്പളം അവർ സമ്പാദിക്കുന്നു. പക്ഷേ താങ്കൾ റോഡിൽ കിടന്ന് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പേടിക്കേണ്ട സാർ. സാർ നിങ്ങൾ നോക്കൂ, ചില മനുഷ്യർക്ക് ഒരുപാട് പണം സമ്പാദിച്ചാൽ മാത്രമേ സംതൃപ്തി കിട്ടുകയുള്ളൂ. 6-7 ഡിജിറ്റുള്ള ശമ്പളം കിട്ടി അവർക്ക് സന്തോഷമാവും. ചിലർക്ക് പ്രശസ്തിയാവാം, ചിലർക്ക് പേരാവാം. എനിക്ക് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ എനിക്ക് തൃപ്തി കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയം എത്തരത്തിലുള്ളൊരു വഴിയാണെന്നാൽ ആ ഒരു വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റും. അതിലൂടെ നമുക്കൊരു സംതൃപ്തി കിട്ടും. അതാണ് എനിക്ക് പ്രധാനം. പണം എല്ലാവരും പല രീതിയിൽ സമ്പാദിക്കും. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ താങ്കളോട് മത്സരിക്കേണ്ടെന്നല്ലേ പറഞ്ഞത്? അമ്മ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ പാർട്ടി എന്നോട് പറഞ്ഞത് എന്താണെന്നാൽ 2019 ഇലക്ഷനിൽ നീ മത്സരിക്കണം എന്ന്. ഞാനപ്പോൾ പറഞ്ഞത് എൻ്റെ അച്ഛനോടും അമ്മയോടും ചോദിച്ചിട്ട് പറയാമെന്നാണ്. ഞാൻ പോയി അച്ഛനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് മത്സരിക്കാനുള്ള സമ്മതം തന്നു. പക്ഷേ എൻ്റെ അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എനിക്ക് 6 മാസം വേണ്ടി വന്നു. കാരണം ഞാൻ രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പിലും ഒന്നും നിൽക്കാൻ പാടില്ല എന്ന് എൻ്റെ അമ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവസാനം അമ്മയും എനിക്ക് പെർമിഷൻ തന്നതിന് ശേഷം എൻ്റെ മുന്നിൽ 2 കണ്ടീഷൻ വെച്ചു. അവർ ആ കണ്ടീഷൻസ് നിർബന്ധമായിട്ട് നടപ്പിലാക്കണമെന്നും പറഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ത് തന്നെ ആയാലും ശരി. ആദ്യത്തെ കണ്ടീഷൻ എന്താണെന്നാൽ, ഞാൻ എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻസി പ്രൊഫഷനെ ഉപേക്ഷിക്കാൻ പാടില്ല, കൂടുതൽ ശ്രദ്ധിക്കണം, അതിൽ ഞാൻ ഉയരങ്ങൾ കീഴടക്കണമെന്ന്. അതിൻ്റെ കാരണം ഞങ്ങളുടെ കുടുംബം ആ സമയത്ത് നല്ല സെറ്റിൽഡ് ആയിരുന്നു. എനിക്ക് കാശിൻ്റെ ആവശ്യം അധികമൊന്നും ഉണ്ടാവാതിരിക്കാം, പക്ഷേ ഭാവിയിൽ ഒരിക്കലും നമ്മുടെ ഈ അവസ്ഥ മാറാൻ പാടില്ല. നമുക്ക് കാശിൻ്റെ ആവശ്യം കൂടുതൽ വരുന്ന സമയം വരാം. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് പണം സമ്പാദിക്കാൻ നോക്കരുത്, CA പ്രൊഫഷനിൽ നിന്ന് മാത്രമേ പണം സമ്പാദിക്കാവൂ എന്ന് പറഞ്ഞു. ആൻഡ് രണ്ടാമത് അവരെൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയ വാഗ്ദാനം ഇതാണ്: നിനക്ക് കല്യാണത്തിനുള്ള പ്രായമായി, നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കണം. അത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ത് തന്നെ ആയാലും ശരി, കല്യാണം ഉടനെ തന്നെ കഴിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ വാക്ക് കൊടുത്തിട്ട് നിറവേറ്റിയില്ല. ഇദ്ദേഹം അമ്മയുടെ വാക്ക് കേൾക്കാതെ ഇലക്ഷനിൽ മത്സരിച്ച് ഇപ്പൊ MP ആയിരിക്കുക. പക്ഷെ താങ്കൾ ഇദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തില്ലേ ഇദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള ഓരോരുത്തരും ജയിലിൽ പൊയ്ക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ച്? മനസ്സിലാക്കി കൊടുത്തോ? ഓ ഗോഡ്, ഞാൻ എന്തു പറയാനാ ഇതിനൊക്കെ? എനിക്കാണെങ്കിൽ രാഷ്ട്രീയത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല. സോ എന്നെ സംബന്ധിച്ച് എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത്, ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ള ലോകത്തേക്കാണ് വന്നത്. ഇതൊക്കെ നടക്കുമ്പോ ഞാനും എങ്ങനെയാണ് കണ്ടോണ്ടിരുന്നത്. എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ മൂവിയിൽ കാണിക്കുന്നതൊക്കെ സത്യമാണെന്ന്. സോ ഇവിടെ അതുപോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും. അതുകൊണ്ട് എനിക്കൊരു അഡ്വൈസ് കൊടുക്കാൻ കഴിയില്ല. അതെ, തീർച്ചയായും. താങ്കൾ ചെയ്ത ആദ്യത്തെ സിനിമയാണത്. അർജുൻ കപൂർ ആയിരുന്നു അതിലെ ഹീറോ ആയിട്ട് അഭിനയിച്ചത്. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ താങ്കളോടൊപ്പം ജോലി ചെയ്യാൻ പറ്റിയതല്ല, താങ്കൾ ധാരാളം സംസാരിക്കുന്നു. ഈ കുറ്റച്ചാർത്ത് ഞാൻ ചെറിയ വയസ്സ് മുതൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ പേരൻസും ഇതാണ് പറയുന്നത്, ടീച്ചേഴ്സും പറയുന്നത് ഇതാണ്, ഇപ്പോ നിങ്ങളും പറയുന്നു, ഇൻഡസ്ട്രിയിലും പറയുന്നു. പക്ഷെ ഞാൻ കുറച്ചേ സംസാരിക്കാറുള്ളൂ. എന്നോട് ചോദിക്കുക. രാഘവ്, താങ്കളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയാം. നോക്കൂ, എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ വിവാഹ ജീവിതം നല്ല പോലെയാണ് പോകുന്നത്. അതിന്റെ കാരണം എനിക്ക് ബോളിവുഡിനെ പറ്റി ABCD പോലും അറിയില്ല, അവൾക്കും പൊളിറ്റിക്സിനെ പറ്റി ഒന്നും തന്നെ അറിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ വണ്ടി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം മാഡം സംസാരിക്കും, താങ്കൾ സംസാരിക്കാറേ ഇല്ല. അതെ. നിങ്ങൾ
പറ, ഞാൻ അധികം അല്ല, സംസാരിക്കാറില്ല. എനിക്ക് ഇവളുടെ ശബ്ദം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾ എത്ര തന്നെ സംസാരിച്ചാലും ഞാൻ അത് മുഴുവനും കേട്ടുകൊണ്ടേയിരിക്കും. ഓ താങ്ക് യു. എങ്ങനെ അർജുൻ കപൂർ താങ്കളോടൊപ്പം ജോലി ചെയ്യാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞുവോ, അതുപോലെ തന്നെ രാഘവിനോടൊപ്പം ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നു? ഉണ്ടാവാം സാർ, ഉറപ്പായിട്ടും ഉണ്ടാവാം. പാർലമെന്റിന്റെ അകത്തുണ്ടാവാം, വേറെ പാർട്ടിയിലുണ്ടാവാം, പിന്നെ ഞങ്ങളുടെ പാർട്ടിയിൽ തന്നെ ഉണ്ടാവാം. സോ അതുപോലുള്ള ആളുകൾ ഉറപ്പായിട്ടും ഉണ്ടാവും ഹരിയാനയിൽ സാർ. രാഹുൽ ഗാന്ധി താങ്കളെ മീറ്റ് ചെയ്തതുപോലെ താങ്കൾ എത്രത്തോളം പരിശ്രമിച്ചിട്ടും അദ്ദേഹം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തിയില്ല. വെൽ, എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാ രാഹുൽ ഗാന്ധി സാറും ഹരിയാനയിൽ മുന്നണി വെക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഞാനും അദ്ദേഹത്തിനോട് ഒരുപാട് തവണ സംസാരിച്ച് നോക്കി. ഞങ്ങളുടെ നേതാവ് കെജ്രിവാൾ സാറ് ആ സമയത്ത് ഇല്ലാതിരുന്നതുകൊണ്ട് ഈ സംസാരിക്കാനുള്ള ചുമതല എനിക്കായിരുന്നു തന്നിരുന്നത്. പക്ഷേ അവരുടെ പാർട്ടിയുടെ ലോക്കൽ യൂണിറ്റ്, അവരുടെ പാർട്ടിയുടെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ അവർ മുന്നണി രൂപീകരിക്കാതെ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവരങ്ങനെ മത്സരിച്ചില്ല. പിന്നെ എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ हमारी आरजू का ख्याल रखते तो कुछ और बात होती, हमारी हसरत की फिक्र होती तो कुछ और बात होती. आज वो भी पछता रहा होगा मेरा साथ छोड़कर. अगर साथ साथ चलते तो कुछ और बात होती. യാ 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 യാ. അദ്ദേഹം വന്ന് ചേർന്നില്ല, പക്ഷേ പരിണിതി വന്ന് ചേർന്നു. ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത് സാർ, ഇനി ഒന്നിച്ച് തന്നെ പോകും. ഞങ്ങൾ ഒരു കക്ഷിയായിട്ട് മാറി. നിങ്ങൾ We are രണ്ടുപേരും happily married. She is happy and I am married. യു ജസ്റ്റ് കീപ് ക്വയറ്റ്. ഇദ്ദേഹം എപ്പോഴാണോ രാഷ്ട്രീയം സന്തോഷമാണെന്ന് പറഞ്ഞത്, അതേപോലെ ബോളിവുഡും എന്നെ സന്തോഷവതിയാക്കുന്നു. സത്യത്തിൽ ഞാൻ അതിൽ നിന്നൊക്കെ പഠിച്ചത്, ഞാൻ സെറ്റിലേക്ക് പോകാൻ തുടങ്ങിയതിന് ശേഷം ലിറ്ററലി താങ്കൾ എന്താണ് സെറ്റിലേക്ക് പറയേണ്ടതെന്ന് എങ്ങനെയാണ് വെച്ചാ, പോയെന്ന് പറയൂ. ഓ സാർ, ഇത് വളരെ നല്ലൊരു സ്റ്റോറിയാണ്. ഞാനൊരു കാര്യം പറയാം. എന്റെ പേര് പരിണിതി. പരിണിതിയുടെ മീനിങ് ഡെസ്റ്റിനി. പിന്നെ ഞാൻ ജനിച്ചതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞാണ് എനിക്ക് പേര് വെച്ചത്. പിന്നെ ഏതോ ഒരു തിരുമേനിയാണ് പറഞ്ഞത്. ആ കാലത്തിൽ അതൊക്കെയായിരുന്നു വിശ്വാസം, ഇപ്പോഴും തന്നെയാണ്. പായിൽ തുടങ്ങുന്ന പേര് വെക്കണമെന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞിരിക്കുന്നു. പായിൽ അവർക്ക് ഒരു പേരും ഇഷ്ടപ്പെട്ടില്ല. പ്രിയങ്ക എന്ന് തന്നെ പേര് വെച്ചു. പ്രിയങ്ക എന്ന് already പേര് വെച്ച് കഴിഞ്ഞു. കറക്റ്റ്, അത് യൂസായി. സോ വളരെ നാളുകളായി എന്ത് പേര് വെക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അവരൊരു മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബേർഡ് കണ്ടു. അതിന് പരിണിതി ഒന്നുമില്ലായിരുന്നു. പരിണിതി എന്ന് വെച്ചാ എന്താണെന്ന് കുറെ പേരോടൊക്കെ ചോദിച്ചു. ഇതിന്റെ മീനിങ് ഡെസ്റ്റിനി എന്ന് വരുമെന്ന് അറിഞ്ഞു. സോ മമ്മി ഇപ്പോഴും പറയും, നീ സിനിമയില് അഭിനയിക്കുന്നതിന് ഡെസ്റ്റിനി കറക്റ്റ് ആയിരിക്കുമെന്ന്. കണ്ടതിന് ശേഷമാണ് പേര് വെച്ചതെന്ന് കുറെ നാളായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് പേര് വന്നത്. സോ ഇറ്റ് വാസ് മൈ ഡെസ്റ്റിനി. ഞാൻ എത്രയോ തവണ ശ്രമിച്ചു നോക്കി. വേറെന്തെങ്കിലും ചെയ്യാം, ബാങ്കറാകാം, വേറെന്തെങ്കിലും ആകാന്നൊക്കെ. പക്ഷെ അത് നടന്നില്ല അൾട്ടിമേറ്റ്ലി. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്താണ് ലണ്ടനിൽ നിന്ന് തിരിച്ചു വന്നത്. ഇവിടെ ഒരു കമ്പനി ജോലിക്ക് കയറി. ഞാൻ അവിടെ ഒരു എംപ്ലോയി ആയിരുന്നു, സാലറി എംപ്ലോയി. ആദിത്യ ചോപ്രാജി എന്റെ ബോസ് ആയിരുന്നു ആ സമയത്ത്. അദ്ദേഹത്തെ ഞാൻ മീറ്റിംഗ് വെച്ച് കണ്ടുമുട്ടുമായിരുന്നു. സോ ആ സമയത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാവല്ലോ. സോ എസ് രാജയുടെ അടുത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഇത് ഇഗ്നോർ ചെയ്യുന്നത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമായിരിക്കും. സോ ഞാൻ ഓൾറെഡി റൂമിലിരിക്കുന്ന കാര്യം മനസ്സിലാക്കും. സോ എല്ലാരും പറയുന്നുണ്ടായിരുന്നു, നീ ഒരു ആക്ടർ ആവുമെന്ന്, നീ ആക്ടർ ആവാൻ വേണ്ടിയാണ് വന്നതെന്ന്. അപ്പോൾ ഞാൻ പറയായിരുന്നു, വേണ്ട, ഞാനൊരു ആക്ടർ ആവില്ലെന്നൊക്കെ. ഐ എം എ ബാങ്കർ, ഐ വിൽ നെവർ ബിക്കം ആൻ ആക്ടർ, അങ്ങനെ പറയായിരുന്നു. ബട്ട് ഐ ഡോണ്ട് നോ വൈ സാർ, ആദ്യ ചോപ്രയ്ക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഒരുപക്ഷെ ഞാൻ ആക്ടർ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആകാൻ സാധിക്കുമെന്ന്. സോ 1.5 വർഷം ഞാൻ അതേ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന് ഞാൻ അനുഷ്ക ശർമ്മ, രൺവീർ സിംഗ്, റാണി മുഖർജി, ഞാൻ ഇവർക്കൊക്കെ കോഫി കൊണ്ടുപോയി കൊടുക്കുന്നു. അവരുടെയൊക്കെ ഷെഡ്യൂൾ റെഡിയാക്കും. ഞാൻ രൺവീറിനോട് ചോദിക്കും, സാർ ലഞ്ചിന് എന്താണ് വേണ്ടതെന്ന്. ഞാൻ അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് ഷെഡ്യൂൾ, ഒരുപക്ഷെ ഈ ഇന്റർവ്യൂവിൽ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നേനെ. അദ്ദേഹത്തിന് മാത്രമല്ല, കുറെ ആർട്ടിസ്റ്റിനെ മാനേജ് ചെയ്തിട്ടുണ്ട്. രൺവീർ ഒരു ദിവസം എന്നെ കണ്ടിട്ട്, അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ നടക്കുന്ന സമയം അവിടെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. ഒരു പുതിയ പാട്ട് റിലീസായ സമയമായിരുന്നു, ഷീല കി ജവാനി. സാർ, ഞാൻ ആ കണ്ണാടിയുടെ മുമ്പില് ഷീല കി ജവാനിയുടെ സ്റ്റെപ്പ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു അദ്ദേഹം ഇന്റർവ്യൂവിൽ ബിസി ആയിരിക്കും, എന്നെ ശ്രദ്ധിക്കില്ലായിരിക്കുമെന്ന്. പക്ഷെ അദ്ദേഹം എന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്റെ അടുത്തേക്ക് വന്നു. യു വാണ്ട് ടു ബി ആൻ ആക്ടർ?
ഐ സെഡ് നോ ഐ ഡോണ്ട് വാണ്ട് ടു ബി ആൻ ആക്ടർ. വാട്ട് ആർ യു ഡൂയിങ്? ഞാൻ അതിനെന്താ പറഞ്ഞെന്ന് വെച്ചാ, ഞാൻ ആ പാട്ട് കണ്ടു, എനിക്കത് വളരെ ഇഷ്ടമായെന്നും പറഞ്ഞു. യു വിൽ ബിക്കം ആൻ ആക്ടർ എന്ന് പറഞ്ഞു. ഞാനും ഓക്കെ എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ആ കമ്പനിയിൽ നിന്ന് ഓൾറെഡി ഇൻഫ്ലുവനായി. അതിനുശേഷം ആക്ടിംഗ് കോച്ചിങ്ങിന് പോണമെന്ന് തോന്നി. 1.5 വർഷം ജോലിക്ക് പോയതിനു ശേഷം ഞാൻ ആ ജോലി വിട്ടു. ആക്ടിംഗ് സ്കൂളിൽ പോയി എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്ന് വിചാരിച്ചു. സർ, ഞാൻ പറഞ്ഞ താങ്കൾ വിശ്വസിക്കില്ല, ഞാനൊരു ആക്ടറായി. ആദിത്യ ചോപ്രയുടെ 3 സിനിമയിൽ സൈൻ ചെയ്തു. എന്റെ ഫസ്റ്റ് മൂവി രൺവീറിന്റെ കൂടെയായിരുന്നു. ഇതൊരു കോയിൻസിഡൻസ് ആണ്. ഇതുപോലെ വേറൊന്നു കൂടിയുണ്ട്. ഇവരുടെ ആദ്യത്തെ സിനിമ, അതായത് ലേഡീസ് വേഴ്സസ് റിക്കി ബഹൽ, അതിലിവരുടെ ക്യാരക്ടറിന്റെ പേര് ഡിംപിൾ ഷദ. പിന്നെ അതിന്റെ ഷൂട്ടിങ്ങും ഡൽഹിയിലായിരുന്നു നടന്നത്. യാ, ഞാൻ ഡൽഹിയിൽ ആ സിനിമ ഓൾറെഡി താങ്കളെ മിസ്സസ് ജട്ടയാക്കി മാറ്റി. അതെ, ആ പടത്തിൽ തന്നെ അവർ ശ്രദ്ധയായിട്ട് മാറി. ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തിന്റെ ഫാമിലി മീറ്റ് ചെയ്തപ്പോ ഇദ്ദേഹത്തിന്റെ ബ്രദർ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹം ആദ്യമായിട്ട് എന്നോട് വന്നിട്ട്, ഹായ്, നിങ്ങൾ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വരുമെന്ന് മനസ്സിലായെന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെയെന്ന് ചോദിച്ചു. ആദ്യത്തെ സിനിമ സൂപ്പർ ഹിറ്റ് ആണ്, അതിൽ അവാർഡും കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. അതിലെ ക്യാരക്ടറുടെ പേര് ചഡ്ഡയെന്നായതുകൊണ്ട് വീട്ടിലേക്ക് വരുമെന്ന് ഉറപ്പിച്ചു. പക്ഷേ താങ്കൾ ഒരു തെറ്റ് ചെയ്തു. താങ്കൾക്കൊരു പറയൂ. സിനിമ ലഭിച്ചിരുന്നു, ആനിമൽ. അതൊരു 800 കോടിയുടെ സിനിമയായിരുന്നു. പക്ഷേ താങ്കൾ അതിൽ സൈൻ ചെയ്തില്ല. സർ, ആക്ച്വലി സത്യം എന്താണെന്ന് വെച്ചാ, ദൈവം എനിക്ക് നല്ലതാണ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിച്ചു. ആ മൂവി ഞാൻ ചെയ്യാൻ വേണ്ടിയിരുന്നാണ്. ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ചെയ്തുവാണ്. പക്ഷെ സെയിം ഡേറ്റില്, ഒരേ ഡേറ്റില് ചംകീല മൂവിയിലേക്ക് ഓഫർ വന്നു. സോ അതില് റഹ്മാൻ സാറിന്റെ പാട്ട് പാടാൻ എനിക്കൊരു അവസരം കിട്ടി. ഇംതിയാസ് അലി, അദ്ദേഹം എന്റെ ഡ്രീം ഡയറക്ടറാണ്. പിന്നീട് എനിക്ക് എത്രത്തോളം സ്കോപ്പ് ഉണ്ടായിരുന്നു വെച്ചാ ആ ചംകീലാണ് ഞാൻ ചെയ്തത്. പിന്നെ സ്നേഹം, റെസ്പെക്ട്, റെക്കഗ്നേഷൻ, നോമിനേഷൻ, ഇതെല്ലാം ചംകീലാണ് എനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല, ഞാൻ താങ്കൾ ഒരു സന്തോഷവതിയാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. താങ്കൾ പറയൂ, ഇവർ ചെയ്തത് ശരിയാണോ അതോ തെറ്റാണോ? സർ, ഞാൻ അക്കൗണ്ടൻസി കാഴ്ചപ്പാടിലല്ല, മനസ്സിന്റെ കാഴ്ചപ്പാടിലൂടെ പറയാണ്. ഇവര് ചംകീലയിൽ സൈൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ കണ്ടുമുട്ടില്ലായിരുന്നു. പിന്നെ Yes. ഞങ്ങൾ പഞ്ചാബില് ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റില്ലായിരുന്നു. കാരണം ചംകീലയുടെ മുഴുവൻ ഷൂട്ടിങ്ങും പഞ്ചാബിലെ നിങ്ങൾ ഗ്രാമങ്ങളിലാണ് ചോദിക്കണം. നടന്നത്. ഉം. പിന്നെ ഞങ്ങളവിടെ വെച്ച് കണ്ടുമുട്ടും, ഞങ്ങൾ ഒന്നിച്ച് സ്ഥലങ്ങൾ കറങ്ങും, പിന്നെ ഗുരുദ്വാരയിൽ പോയിട്ട് ദൈവത്തെ പ്രാർത്ഥിച്ചു. സോ ഇവര് ചംകീല ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതിനുള്ള അവസരങ്ങളൊന്നും കിട്ടില്ലായിരുന്നു. പക്ഷേ ചംകീല ചെയ്യാൻ വേണ്ടി താങ്കൾ 18 കിലോ വെയിറ്റ് കൂട്ടിയിരിക്കുന്നു. അതെ സാർ, ആ വെയിറ്റിലാണ് ഞാൻ വണ്ണിച്ചു. ഇപ്പോഴും ഉള്ളത്. ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. കല്യാണത്തിലും അത് കാണാൻ സാധിക്കുന്നുണ്ട്. അതെ സാർ, ആലോചിച്ച് നോക്ക്. പക്ഷെ എനിക്കിതിനെ കുറിച്ച് യാതൊരു പ്രശ്നവുമില്ല. ജെന്യുവൻലി ഒരു കാര്യം പറയണമെന്ന് വെച്ചാ, ഞാൻ ചംകിയില് സൈൻ ചെയ്യുമ്പോ ഞാൻ വളരെ ഫിറ്റ് ആയിരുന്നു. എനിക്ക് ആപ്സ് കൂടെ ഉണ്ടായിരുന്നു. ഇന്ത്യ സാർ ഞാൻ സൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അന്നേരം ഞാൻ വളരെ ഫിറ്റ് ആയിരുന്നു. അന്ന് സാറ് പറഞ്ഞത് എല്ലാം ഓക്കെയാണ്, നീ ആക്ടിങ് നന്നായി ചെയ്യുമെന്ന്. പക്ഷേ നിന്നെ കാണാൻ അമർജോ പോലെ ഇല്ലെന്ന് പറഞ്ഞു. ഓൾമോസ്റ്റ് എനിക്ക് നല്ല പേടിയും വന്നു, പക്ഷെ നല്ലൊരു മോട്ടിവേഷനും ആയിരുന്നു. എനിക്ക് ആ പടം വിട്ട് കളയാൻ പറ്റില്ലെന്ന്. ഞാൻ സാറിനോട് പറഞ്ഞു എനിക്ക് 2 മാസം സമയം തരണമെന്ന്. ഞാൻ അതുപോലെ ആയി കാണിക്കാന്ന് പറഞ്ഞു. സോ അന്ന് ഞാൻ ആഹാരം കഴിക്കാൻ തുടങ്ങിയതാണ്. പൊറോട്ടയും പിസയും ഒന്നും കളഞ്ഞില്ല. ആ സമയത്ത് ഷോട്ടില് റോളിന് വേണ്ടിയിട്ട് ജെന്യുവൻലി ഐ വാസ് സോ ഹാപ്പി. ചംകിയില് ഞാൻ എന്തായെന്ന് വെച്ചാ ഇതുപോലെ നല്ല തടിച്ചിട്ട് സോ ഇവർക്ക് മോട്ടിവേഷൻ ലഭിച്ചു. സാർ, എന്തു തന്നെയായാലും എനിക്കുള്ള മോട്ടിവേഷൻ ഇവൾ തന്നെയാണ് തരുന്നത്. ഇപ്പൊ ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാം. എന്റെ ചോദ്യം പറഞ്ഞിത മാം നിങ്ങളോടാണ്. പറയൂ. മുംബൈയിലെ കോൺസേർട്ട് നടന്നിരുന്നു. അതിൽ നിങ്ങൾ വളരെ നന്നായിട്ട് പാടിയിരുന്നു. അങ്ങനെയാണോ? പക്ഷെ നിങ്ങളെ ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്തിരുന്നു. അതെ. സോ അത് നിങ്ങൾക്ക് വളരെ കഷ്ടമായിട്ടുണ്ടാവും അല്ലേ? അപ്പോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ എങ്ങനെ കോപ്പപ്പ് ചെയ്യുന്നത്? ഞാൻ കോപ്പപ്പ് ചെയ്യാറില്ല. ട്രോളിംഗ് നടന്നുകൊണ്ടേയിരിക്കും. ഇൻഫാക്ട് ഞാൻ അതായത് എങ്ങനെ പറയാനാ, അവരുടെ ചോദ്യം അത് എന്താണെന്ന് ഞാൻ പറയാം. പറയൂ. ജനങ്ങൾ താങ്കളെ ട്രോൾ ചെയ്യുന്ന സമയത്ത് എന്താ പറയൂ. എഴുതിയെന്ന് വെച്ചാ, ഇന്ന് താങ്കൾ പാടണമെന്ന് വാശി പിടിക്കുന്നു. മറ്റൊരാൾ എഴുതിയിരിക്കുന്നത്, ആരാണ് ഈ ലേഡി നാഗയെന്ന്. ലേഡി നാഗയോ? ഇറ്റ് വാസ് ക്രേസി. ആക്ച്വലി അത് വിചിത്രമായിട്ടുള്ള ഒരു സമയമായിരുന്നു. സോ അതെന്റെ ആദ്യത്തെ കോൺസെപ്റ്റ് ആയിരുന്നു. ഇത് ഞാൻ ഒരുപാട് പഠിച്ചു. ലൈവ് കോൺസെപ്റ്റ്. ആക്ച്വലി പാട്ട് എങ്ങനെ ഉണ്ടായിരിക്കുന്ന വെച്ചാൽ, സ്റ്റേജിൽ പാടുന്നതിന് മുമ്പ് ഞാൻ അതിൽ എന്താ റിയലൈസ് ചെയ്തതെന്ന് വെച്ചാൽ, വാട്ട് ഗോസ് ബിഹൈൻഡ് ലൈവ് സിംഗിങ്.
സോ ഓഫ് കോഴ്സ് അതിലെ ഹിറ്റ് ആൻഡ് ട്രയൽ. സോ എന്റെ കരിയറിലെ ഫുൾ കഥയും അത് തന്നെയായിരുന്നു. ഞാൻ എത്രത്തോളം തെറ്റ് ചെയ്താലും വലുതായാലും ചെറുതായാലും ഹിറ്റ് ഫ്ലോപ്പ് എല്ലാം നിങ്ങളുടെ മുന്നിലല്ലായിരുന്നു. നിങ്ങളല്ലേ എന്നെ നേർവഴിക്ക് നയിച്ചത്. നിങ്ങളാണ് എന്നെ ഉയരത്തിലേക്ക് കയറ്റി വിട്ടത്. സോ ട്രോളിങ്ങിലായാലും ആൻഡ് ദ ഗുഡ് തിങ് വാസ്, സന്തോഷമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല സിംഗേഴ്സ് ഉണ്ടായിരുന്നു. ഇതുപോലെ പ്രൊഫഷണൽ സിംഗേഴ്സ്. ദേ കെയിം ഫോർവേഡ് ആൻഡ് ദേ റോഡ്. മ്യൂസിക് സ്റ്റുഡിയോ ഓണേഴ്സ് മുതൽ എല്ലാരും എന്നെപ്പറ്റി എന്താണ് എഴുതിയതെന്ന് വെച്ചാൽ അത് ഐ ഡോണ്ട് നോ എന്തിനാണ് ട്രോൾ ചെയ്യുന്നതെന്ന്, പിന്നെ എവിടെ നിന്നാണ് ചെയ്യുന്നതെന്നും. ഫോർ എ ഫസ്റ്റ് കോൺസെപ്റ്റ് ഇറ്റ് വാസ് അമേസിംഗ്. ഹാവിംഗ് സെഡ് ദാറ്റ് എന്റെ നെക്സ്റ്റ് കോൺസെപ്റ്റ് നന്നായിരിക്കും, വിഷമിക്കാം. മാം, നിങ്ങൾ വളരെ നന്നായിട്ട് പാട്ട് പാടും. മാം, നിങ്ങൾ ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരുപാട് നല്ല ഗാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കല്യാണത്തിൽ സാറിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു, ഓരേ പിയ. സോ ഞാൻ എന്താ പറയാൻ വരുന്ന വെച്ചാൽ എന്റെ ഹംബിൾ റിക്വസ്റ്റ്, ഞങ്ങൾക്ക് വേണ്ടി ആ പാട്ടൊന്ന് പാടുവോ? वे मैं लहंगा चूड़ा पाके तेरी गलियां चुटुर गईयां, वे मैं तेरी हो गई माही, वे मैं तेरे संग जुड़ गईयां माही, दिल मेरा रखी सांभ के, आँखों में आंसू शाम से, ओ पिया ओ पिया चल चले आ, बांट ले गम खुशी साथ में आ, साथ में आ. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇവരുടെ മേലുള്ള വിചാരണ തുടരുന്നതായിരിക്കും. ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. ഇവരുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു. ശേഷം ഇവരുടെ സെക്യൂരിറ്റി എല്ലാവരോടും അവിടെ നിന്ന് പോകാനും പറഞ്ഞു. ഒറ്റയ്ക്ക് ആരെയോ കാണാനുണ്ടെന്നും പറഞ്ഞു. അതെ, ഇവരും ഒറ്റയ്ക്ക് കാറിൽ കയറിക്കൊണ്ട് പോയി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കാട്ടിലോട്ട് പോയിട്ട് എന്ത് വയലിന്റെ അടുത്തോട്ട് പോയിട്ട് ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് അതിഥികളോടാണ്, രാഘവ് ചട്ടയും ഒപ്പം പരിണിതി ചോപ്രയും. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ പരിണിതി ചോപ്ര ഒപ്പം രാജ്യസഭാ മെമ്പറായ രാഘവ് ചെട്ടയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ രണ്ടുപേരും മിസ്മാച്ച് ആണ് എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ് പറയാറുള്ളത്, അതായത് ഒരു പൊളിറ്റീഷ്യനെയും ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്ന്. പിന്നെ എങ്ങനെയാണ് ഈ നേതാവിനെ വിവാഹം കഴിച്ചത്? സർ, സത്യമാണ്. ഞാൻ എന്തിനാ പറഞ്ഞെന്ന് വെച്ചാ ഇത്രയും മീം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എത്രത്തോളം എന്ന് വെച്ചാ ഇതിനു മുമ്പ് രാഷ്ട്രീയക്കാരെ പറ്റിയുള്ള എന്റെ ചിന്താഗതി വളരെ വ്യത്യസ്തമായിരുന്നു. എന്റെ മൈൻഡിലെ രാഷ്ട്രീയക്കാരെല്ലാം കുറച്ച് എന്റെ ഏജിലുണ്ടായിരിക്കില്ല. സോ എന്റെ ഇമേജിലെ രാഷ്ട്രീയക്കാര് എങ്ങനെയാണെന്ന് വെച്ചാ ഇദ്ദേഹത്തെ കണ്ട അതുപോലൊന്നും അല്ലായിരുന്നു. സോ അതുകൊണ്ട് ഇദ്ദേഹം ഓക്കെയാണ്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ഞാൻ വെച്ചാ, അപ്രൂവ് ആയി. പക്ഷേ അതെ, അത് ഞാൻ ചേട്ടാ, approve ആയി. ആരാണെന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? താങ്കൾ അവരെ എവിടെ വെച്ചാണ് മീറ്റ് ചെയ്തത്? ഇംഗ്ലണ്ടിൽ വെച്ച് ഒരു അവാർഡ് ഫംഗ്ഷൻ നടന്നിരുന്നു. അവിടെ എല്ലാവർക്കും അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവേഴ്സ്. സോ ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവേഴ്സ് അവാർഡ് എനിക്ക് കിട്ടി. സോ പൊളിറ്റിക്സ് ആൻഡ് ഗവൺമെന്റ് അവാർഡ് ഇദ്ദേഹത്തിന് കിട്ടി. സോ ഞാൻ ലണ്ടനിലേക്ക് പോയി അവാർഡ് വാങ്ങുമ്പോൾ എന്റെ ബ്രദർ ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അവൻ എന്നോട് വന്ന് തമാശക്കൊരു കാര്യം ചോദിച്ചു, നീ എന്ത് അവാർഡ് വാങ്ങിക്കാൻ വന്നാണ്, അത് എന്ത് അവാർഡ്, ആർക്കൊക്കെയാ കൊടുക്കുന്നതെന്ന് കാഷ്വലായിട്ട് ചോദിച്ചു. സോ ആ സമയത്ത് എനിക്ക് രാഘവനെ അറിയില്ലായിരുന്നു, കാരണം ഞാൻ രാഷ്ട്രീയം ഫോളോ ചെയ്യില്ലായിരുന്നു. ദെൻ ഞാൻ അവനോട് എന്താ പറഞ്ഞെന്ന് വെച്ചാ രാഘവ് ചെഡ്ഡായി വരുന്നുണ്ടെന്ന്. അപ്പൊ അവന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. കണ്ണൊക്കെ വിടർന്ന് വായി തുറന്നിട്ട് ആര് രാഘവ് ചെഡ്ഡായി വരുന്നുണ്ടെന്ന്. സോ ഞാൻ അവനോട് ചോദിച്ചു വാട്ട് ഹാപ്പൻഡെന്ന്. അപ്പൊ അവൻ എന്നോടൊരു കഥ പറഞ്ഞു. എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. യുനോ, എസ്പെഷ്യലി കോവിഡ് സമയം തൊട്ട് അവര് രാഘവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല അവര് 2 പേരും രാഘവന്റെ വലിയ ഫാൻസ് ആയിരുന്നു.
ദെൻ അവൻ ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. നീ അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും മീറ്റ് ചെയ്യണം, ഒരു ഹായ് പറയണം എന്നൊക്കെ. ഞാനും ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ അവാർഡ് ഫംഗ്ഷന് പോയി ഓർഗനൈസറോട് ഒരു റിക്വസ്റ്റ് ചെയ്തു. ഞാൻ അവാർഡ് വാങ്ങിച്ചോണ്ട് പോവും, പക്ഷേ പോകുന്നതിന് മുമ്പ് ഈ ഷോയിലേക്ക് രാഘവ് ചഡ്ഡ സർ വന്നിട്ടില്ലേ, അദ്ദേഹത്തിനോട് ഒരു 2 മിനിറ്റ് സംസാരിക്കണമെന്ന്. അതിന് അദ്ദേഹം പറഞ്ഞു യാ മാം ഓഫ് കോഴ്സ്. അപ്പോ ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോ ഓർഗനൈസർ എന്താ പറഞ്ഞെന്ന് വെച്ചാ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞായിരുന്നു എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മാം രാഘവ് സാർ നിങ്ങളുടെ പിന്നിൽ തന്നെ ഉണ്ടെന്ന്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ രാഘവ് എന്റെ പിറകിലിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. പിന്നെ എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഐ ആം പരിനിധിന്ന്, ആൻഡ് മൈ ബ്രദേഴ്സ് ആർ ബിഗ് ഫാൻ ഫോർ യു എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു ഹൗസ് ഇറ്റ്, താങ്ക് യു എന്ന്. ഞാൻ പറഞ്ഞു ശരി സാർ, നമുക്ക് പിന്നെ കാണാമെന്ന്. യൂഷ്വലി നമ്മൾ എല്ലാവരോടും പറയുന്നല്ലേ അതൊക്കെ, പിന്നെ കാണാം, ഫോൺ വിളിക്കാൻ എന്തൊക്കെ. പക്ഷെ അതുപോലൊന്നും ചെയ്യില്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞു വി വിൽ കീപ് ഇൻ ടച്ച് എന്ന്. എന്തെങ്കിലും തങ്ങൾ ബോംബെയിലെത്തിയാൽ ഉടനെ ഇദ്ദേഹം പറഞ്ഞു ആ നാളെ രാവിലെ തന്നെ മീറ്റ് ചെയ്യലോ എന്ന്. നല്ല കാര്യങ്ങൾ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? നല്ല കാര്യങ്ങൾ വൈകിപ്പിക്കാൻ പാടില്ലല്ലോ. അന്നേരം ഞാനും ഇദ്ദേഹത്തിനോട് പെട്ടെന്ന് തന്നെ ഓക്കെ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ തന്നെ ഒരു പയ്യൻ നമ്മളെ വിളിച്ചാ പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ എന്റെ 3 മാനേജേഴ്സിനെയും കൂട്ടിയാണ് പോയത്. എന്റെ 3 മാനേജേഴ്സ്, പിന്നെ ഇദ്ദേഹം ഓർഗനൈസറെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നു. ഇത് ഡേറ്റിങ്ങിന് മീറ്റ് ചെയ്യുന്ന പോലെയല്ലായിരുന്നു, ഒരു 10-15 പേര് കൂടെ ടേബിളിൽ ഇരിക്കുന്ന പോലെയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതെന്താ വിചിത്രമായിട്ടുണ്ടല്ലോ, എന്നോട് വരാൻ പറഞ്ഞിട്ട് ഒരു പടയെ കൂട്ടിക്കൊണ്ടുവന്നല്ലോ. ഞാനൊരു വലിയ മൂവിയുടെ കഥ പറയാം, നിങ്ങൾ കേക്ക്. എന്താണെന്ന് വെച്ചാ, ഞങ്ങള് ലോകത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. ലോകത്തെ എല്ലാ കാര്യങ്ങളും, മെഡിറ്റേഷനെ പറ്റി വരെ സംസാരിച്ചു. ഞാൻ സ്കൂബ ഡൈവിംഗ് ചെയ്യുന്നു പറഞ്ഞു, ഇദ്ദേഹം മെഡിറ്റേഷനെ പറ്റി ചോദിച്ചുകൊണ്ടിരുന്നു. എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. ഇതിലെന്താണ് തെറ്റ്? അങ്ങനെ 1 മണിക്കൂർ എങ്ങനെ പോയെന്നേ അറിയില്ല. പെട്ടെന്ന് ഇദ്ദേഹം പറഞ്ഞു ദാ നോക്ക്, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, ഞാൻ കഴിക്കാൻ പോവുകയാണെന്ന്. പെട്ടെന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി സാർ. പിന്നെ പ്ലേറ്റിലാണെങ്കിൽ ചപ്പാത്തിയും പൊറോട്ട എന്ന് വേണ്ട എല്ലാം എടുത്തോണ്ട് വന്നു. ഞാൻ അങ്ങനെ തന്നെ നോക്കിയിരുന്നിട്ട് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യില്ലേ, ഇനിയും നമ്മൾ കുറച്ച് ഒരിതുണ്ടാവുമല്ലോ, നമ്മൾ ഫുൾ എക്സ്പോസ് ചെയ്യില്ലല്ലോ ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ. ഇദ്ദേഹം വളരെ വ്യത്യസ്തമായിട്ടുള്ള ആളാണെന്ന് വിചാരിച്ചു. സോ അപ്പോഴാണ് സാർ എനിക്കൊരു പടത്തിന്റെ ഓർമ്മ വന്നത്. ഇദ്ദേഹം കൊണ്ടുവന്ന ഫുഡെല്ലാം ആരെയും നോക്കാതിരുന്ന് കഴിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ തന്നെ ഇദ്ദേഹത്തെ നോക്കിയിരുന്നു. പിന്നെ ഗൈസ്, ഫിലിം സ്റ്റൈലിൽ പറയില്ലേ, അതായത് എന്റെ തലച്ചോറിലൊരു ബെല്ലടിച്ചെന്ന്. ഞാൻ അപ്പോഴേ വിചാരിച്ചു ഇദ്ദേഹത്തെ മാത്രമേ കല്യാണം കഴിക്കൂ. ഐ ജസ്റ്റ് ഡോണ്ട് നോ. പിന്നെ കഥയിലെ ട്വിസ്റ്റ് ചെയ്തായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇദ്ദേഹത്തെ പറ്റി ഒന്നും അറിയില്ലെന്ന്. കാണാൻ വളരെ ഹാൻസം ആയിട്ടിരിക്കുന്നു. മാത്രല്ല ഫുഡിന്റെ ഇൻട്രസ്റ്റും മാച്ചിങ് ആയിരുന്നു. സോ ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു ഞാൻ മേളിലേക്ക് പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഹു ഈസ് രാഘവ് ചഡ്ഡ? ഹിസ് രാഘവ് ചഡ്ഡ മാരീഡ്? പിന്നെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് രാഘവ് ചഡ്ഡ ഏജ്? കാണാൻ ഇങ്ങനെ ഇരിക്കുന്ന ആള് ഒരു പക്ഷേ 20-25 വയസ്സാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഒരു ചെറിയ പയ്യനാണെങ്കിൽ ഇതൊന്നും വർക്കൗട്ട് ആവില്ലല്ലോ. അതുകൊണ്ട് അവിടെ എനിക്ക് എല്ലാ ആൻസറും കിട്ടി. അതിനുശേഷം ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ കിട്ടി. ഇദ്ദേഹം രാഷ്ട്രീയത്തിലാണ്, മെമ്പർ ഓഫ് പാർലമെന്റ്, രാജ്യസഭ. ഇതെല്ലാം ഞാൻ ഗൂഗിളിൽ നിന്ന് കണ്ടുപിടിച്ചു. അതുവരെ എനിക്ക് ഒരു കാര്യങ്ങളും അറിയില്ലായിരുന്നു. താങ്കൾക്ക് രാജ്യസഭ എന്താണെന്ന് അറിയില്ലായിരുന്നു? എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെയാണ് സാർ? എനിക്കറിയാം ഗൈസ്, എനിക്കറിയാം. ഗൂഗിൾ മുഖേനയാണോ മനസ്സിലാക്കിയത്? അതെ, ഗൂഗിളിനറിയാം. എനിവേ ഗൈസ്, ഞാൻ നിറയെ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, അതുകൊണ്ട് എനിക്ക് എല്ലാം അറിയാം. സോ ഞാൻ കല്യാണം കഴിച്ചാൽ ഇദ്ദേഹത്തെ മാത്രം കഴിക്കുമെന്ന് തീരുമാനിച്ചു. സോ രാഘവ്, താങ്കൾക്ക് പരിണിതി ആരാണെന്ന് വളരെ നന്നായിട്ട് അറിയാം. ഇവരാണ് ഇഷ്ക് സാദയിൽ അഭിനയിച്ച ഹീറോയിൻ എന്നും താങ്കൾക്കറിയാം. താങ്കൾക്ക് ഈ കാര്യവും അറിയാം? ഹസിത്തോ ഫസി? എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇവരെന്നോട് രാവിലെ കണ്ടുമുട്ടാമെന്ന് പറഞ്ഞത് മുതൽ ഞാനും ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതായത് ആ ഒരു ചാൻസ് മിസ് ചെയ്യാൻ പാടില്ല, എന്തായാലും കാണണമെന്ന് വിചാരിച്ചു. സോ ഞങ്ങൾ കണ്ടു. പിന്നെ അതിനുശേഷം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞങ്ങളുടെ കണ്ടുമുട്ടലുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. പിന്നെ ഒരു വിദേശത്തേക്ക് പോയി, പിന്നെ വീണ്ടും തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. കറക്റ്റായിട്ട് ഷൂട്ടിങ്ങിന് പഞ്ചാബിലേക്ക് വന്നു.
ഞാൻ അവിടെ വർക്ക് ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ ഗവൺമെന്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും കാണാൻ തുടങ്ങി. അങ്ങനെ പതിയെ പതിയെ ആ ഒരു ബന്ധം ഞങ്ങൾക്കിടയിൽ വളരാൻ തുടങ്ങി. ആരും അറിയാതെ മീറ്റ് ചെയ്യായിരുന്നോ അതോ ഓപ്പൺ ആയിരുന്നു? തുടക്കത്തിൽ ഒളിഞ്ഞു മറിഞ്ഞൊക്കെയാണ് മീറ്റ് ചെയ്തത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതെ, സർ. തുടക്കത്തിൽ ഞങ്ങൾ ഒളിഞ്ഞും മറിഞ്ഞൊക്കെ തന്നെയാണ് മീറ്റ് ചെയ്തത്. എൻ്റെ കൂടെ തന്നെ ഒരുപാട് പേരുണ്ടാവും. ഞാൻ അവരോടൊക്കെ പറയും, നിങ്ങൾ ഇവിടെ റെസ്റ്റോറൻറ്റിൽ തന്നെ ഇരിക്കുക, എനിക്കൊരാളെ കാണാൻ ഒറ്റയ്ക്ക് പോകണമെന്ന്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനപ്പോൾ ബർണാലയിലായിരുന്നു. അപ്പോൾ അവർ ചിന്തിച്ചിട്ടുണ്ടാവും, രാത്രി സാർ ആരെയാണ് കാണാൻ പോകുന്നത്, അതും 8:30 മണിക്ക് ബർണാലയിൽ. ഇവർക്കും ഇവരുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു. ഇവരുടെ സെക്യൂരിറ്റീസിനോടൊക്കെ പറഞ്ഞു ഇവരൊന്ന് ഒറ്റയ്ക്ക് വിടാനും എല്ലാവരോടും പോകാനും. അതായത് അവർക്കും ഒരാളെ ഒറ്റയ്ക്ക് കാണാനുണ്ട്. അതെ. അങ്ങനെ ഇവരും കാറിൽ ഒറ്റയ്ക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കാട്ടിനകത്തോട്ട് എന്ത് പോയിട്ട്, കാട്ടിനുള്ളിലേക്കോ? ഇല്ല ഇല്ല ഇല്ല. അതായത് എൻ്റെ അതായത് അതായത് എൻ്റെ ഒരു മിനിറ്റ്. അതായത് എനിക്ക് അറിയാവുന്ന ഒരാളുടെ ഗാർഡൻ ഉണ്ടായിരുന്നു അടുത്ത്. ഒരു മിനിറ്റ്. നിങ്ങളുടെ ആലോചന ഒന്ന് പോസ് ചെയ്തേ. ആ ചിന്താഗതി ഒന്ന് റിവൈൻഡ് ചെയ്തേ. കാടിനുള്ളിലല്ല, അതൊരാളുടെ വീടായിരുന്നു. അവിടെ അത് ഗാർഡനിലാണ് ശരിക്കും മീറ്റ് കാണാൻ ഒരു ഗാർഡ് പോലെയല്ലായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നാൽ, അവരുടെ ഗാർഡനിൽ വെച്ച് മീറ്റ് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പിന്നീട് ഞങ്ങൾ ഒരുപാട് തവണ കണ്ടുമുട്ടി. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ഒരു തവണ ഗുരുദ്വാരയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിരുന്നു. ആ, ഞാൻ ഇതിനെപ്പറ്റി ഒരു കഥ പറയാം. ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്തത് ചണ്ഡീഗഡിലായിരുന്നു മീറ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഷൂട്ടിംഗ് ഒക്കെ തീരുന്ന സമയത്ത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും വളരെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു. സോ ഞാൻ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും എപ്പോഴെങ്കിലും പുറത്തു പോകുകയാണെങ്കിൽ നമുക്ക് ഗുരുദ്വാറിലേക്ക് പോകണമെന്ന്. അതിന് ഇദ്ദേഹം ഓക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഷംഗോർ സാഹിബിക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ ഞങ്ങളെപ്പറ്റി ആർക്കും അറിയില്ലായിരുന്നു. ആ സമയത്ത് എന്നെ ആർക്കും അറിയില്ലായിരുന്നു. സോ ഇദ്ദേഹത്തെ കാണാൻ ആരൊക്കെ വരുന്നു, ആരൊക്കെ മീറ്റ് ചെയ്യുന്നു ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഇദ്ദേഹത്തിന്റെ സെറ്റപ്പ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ ഒളിച്ചായിരുന്നു സാർ പോയിരുന്നത്. ഇതുവരെ ആർക്കും അറിയില്ല ദാറ്റ് ഇദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇദ്ദേഹത്തെ എല്ലാരും ചുറ്റി വളഞ്ഞു. സോ ഞാൻ സൈലന്റ് ആയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മുഖമെല്ലാം ഫുള്ള് കവർ ചെയ്ത് ആരും കാണാത്ത രീതിയിലാണ് അന്ന് ഗുരുദ്വാറിൽ ഉണ്ടായിരുന്നത്. അക്കാര്യം ഇതുവരെ ആർക്കും അറിയില്ല. അന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ദർശനം കിട്ടി. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ, അത് ഡേറ്റിംഗ് ഒന്നും പറയാൻ പറ്റില്ല, അതൊരു ദൈവഹിതം പോലെ വേണം പറയാൻ. അദ്ദേഹം അവിടെ, ഞാൻ ഇവിടെയായിരുന്നു. ഇക്കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയൂ. ഞാൻ അറിഞ്ഞ മറ്റൊരു കാര്യം, നിങ്ങൾ ഡേറ്റിംഗ് പോലും അമ്പലങ്ങളിലും ഗുരുദ്വാരയിലായിരുന്നു. ആത്മീയവാദികളല്ലേ? അത് എനിക്കെന്താ തോന്നുന്നത് വെച്ചാൽ, അത് ഞങ്ങൾക്കൊരു ആനുകൂല്യമായിരുന്നു. അവര് ജനിച്ച കുടുംബവും ഒരു ആത്മീയ കുടുംബമായിരുന്നു. എല്ലാവരും ഭയങ്കര വിശ്വാസികളായിരുന്നു. എൻ്റെ കുടുംബത്തിലും അതേ അവസ്ഥയായിരുന്നു. എല്ലാവരും ആത്മീയവാദികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചിന്താഗതിയും ഒരുപോലുള്ളതായിരുന്നു. പരമാത്മാവിന് നന്ദി പറയുവാൻ വേണ്ടി ഞങ്ങൾ ക്ഷേത്രത്തിൽ പോവാറുണ്ട്, ഗുരുദ്വാരയിൽ പോവാറുണ്ട്, അവസരം കിട്ടുമ്പോഴൊക്കെ ഫസ്റ്റ് പോവാറുണ്ട്. ടൈം പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അതെ സാർ. സാർ താങ്കൾക്ക് എല്ലാം അറിയാലോ. അതേത് ഗുരുദ്വാരയാണ്? സാർ ഇത് ഒരു വലിയ ഫണ്ണി സ്റ്റോറിയാണ്. ഞാൻ എപ്പോഴും പറയും ഇതിനെക്കുറിച്ച്. ജീവിതം മുഴുവൻ എനിക്ക് ദൈവത്തിനോടുള്ള വിശ്വാസം, അത് സത്യത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് അതിന്റെ മുഴുവൻ ഫലം എനിക്ക് കിട്ടി. ഫസ്റ്റ് ടൈം പഞ്ചാബില് ഇപ്പോഴും ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞപ്പോ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിതം തുടങ്ങാം, നമുക്ക് കല്യാണം കഴിച്ച് നല്ലൊരു ജീവിതം ആരംഭിക്കാം. ആ സമയത്താണ് ഞാൻ ഗുരുദ്വാറിലേക്ക് പോയത്. അപ്പോൾ ഞാൻ വണ്ടിക്കകത്തായിരുന്നു. എൻ്റെ എല്ലാ സ്റ്റാഫും വെളിയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഫോണിൽ സംസാരിച്ചിട്ട് ഡിസൈഡ് ചെയ്തു നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന്. പിന്നെ സർ, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഗുരുദ്വാറിലേക്ക് പോയി. എനിക്ക് എപ്പോഴും അവിടുന്ന് പ്രസാദം കിട്ടും. അന്നത്തെ ദിവസമാണെങ്കിൽ എന്താണെന്നറിയില്ല, എനിക്ക് 2 വട്ടം പ്രസാദം കിട്ടി. അന്ന് ഞാൻ തീരുമാനിച്ചു ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കുമെന്ന്. സോ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്, ഒന്നിച്ച് വളരെയധികം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ താങ്കൾ പരിണിതി അഭിനയിച്ച 5 സിനിമയുടെ പേര് പറയണം. എൻ്റെ ഈശ്വര സാർ, 5 പടങ്ങൾക്ക് പകരം ഇവളെ പറ്റി ഒരു 50 വാക്കുകൾ പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും. പക്ഷേ ഇവളുടെ പടങ്ങളുടെ പേര് എനിക്കറിയില്ല സാർ. ഞാനും അതിനെ കാത്തിരിക്കുന്നത്. എന്റെ നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ഞാൻ ഉറപ്പായിട്ടും പേര് ശ്രമിക്കാം. പറ, പേര്. ഇഷ്ക് സാദേ, ഇപ്പോഴല്ലേ ഞാൻ താങ്കളോട് പറഞ്ഞത്. ഊഞ്ചായി, ഊഞ്ചായി, ഗോൽമാൽ അഗെയിൻ, ഗോൽമാൽ അഗൈൻ, ചംകീല, ചംകീല, ഗേൾ ഓൺ ദ ട്രെയിൻ, അസീത്തോ ഫാസി,
കേസരി. ഓ എങ്ങനെയുണ്ട്? ഞാൻ wow. പറഞ്ഞില്ലേ, നോക്കിയേ. ശരി, താങ്കൾ ഇദ്ദേഹത്തിന്റെ പാർട്ടിയിലെ 5 ലീഡേഴ്സിന്റെ പേര് പറയുക. ഓ ദൈവമേ. ഇവർക്ക് അറിയാതിരിക്കാൻ വഴിയില്ല. അരവിന്ദ് കെജ്രിവാൾ കറക്റ്റ് അല്ലേ? മനീഷ് സിസോഡിയ. ഇല്ലില്ല, ചീറ്റിംഗ് ഒന്നും ഞാൻ ചെയ്യില്ല. മനീഷ് സിസോഡിയ, ഭഗവന്ത് മാൻ, ഗോപാൽ റൈറ്റ്, സഞ്ജയ് സിംഗ്. സഞ്ജയ് സിംഗ്. ആഹാ, 5 കിട്ടിയല്ലോ. അതെ. ഈ ടെസ്റ്റിൽ നിങ്ങൾ രണ്ടുപേരും പാസ്സായിരിക്കുകയാണ്. താങ്ക് യു സാർ. രാഘവ്, ഇവിടെ നോക്കുകയാണെങ്കിൽ ധാരാളം പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ട്. അവര് സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാര്യമാരെ പാർലമെന്റ് മെമ്പേഴ്സ് ആക്കും. നവജോത് സിംഗ് സിദ്ധു അദ്ദേഹത്തിന്റെ ഭാര്യയെ പാർലമെന്റ് മെമ്പറാക്കി. ലാലുജി അദ്ദേഹത്തിന്റെ ഭാര്യയെ ചീഫ് മിനിസ്റ്റർ ആക്കി. താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? സാർ, എനിക്കെന്താ തോന്നുന്നു വെച്ചാ അവരവരുടെ ജോലികൾ അവനവൻ തന്നെ ചെയ്യണം. കാരണം അവനവന്റെ ജോലി അവനവൻ ചെയ്താലേ നന്നാവൂ, മറ്റുള്ളവർ ചെയ്താൽ നന്നാവില്ല. പിന്നെ ഞങ്ങളുടെ പ്രൊഫഷനിൽ ഞങ്ങളുടെ ജോലി നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് പേർ ആക്ടിങ് ചെയ്യും. അതായത് ഒരുപാട് പേർക്ക് ആക്ടിങ്ങിനുള്ള കഴിവുണ്ട്. ബിക്കോസ് ഇവരുടെ ലോകത്ത് എത്രമാത്രം ആക്ടിങ്ങും എത്രമാത്രം ഡ്രാമയും ഉണ്ടോ അത്ര തന്നെ ആക്ടിങ്ങും ഡ്രാമയും ഞങ്ങളുടെ രാഷ്ട്രീയത്തിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് അവരുടെ ഇഷ്ടമാണ്. അവർക്ക് രാഷ്ട്രീയത്തിൽ വരാൻ എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ. പിന്നെ എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവർക്ക് രാഷ്ട്രീയത്തിൽ വരാൻ ഇതുവരെ താല്പര്യമൊന്നും ഇല്ല എന്നാണ് സർ. അവർ വരാൻ സാധ്യതയില്ല. സാർ, ഞാൻ ഓൾറെഡി ഹോം മിനിസ്റ്റർ ആണല്ലോ. അതെ, എന്റെ ഹോം മിനിസ്റ്ററായി മാറിയല്ലോ. പക്ഷേ ഒരു പ്രാവശ്യം നിങ്ങൾ രണ്ടുപേരും റാമ്പിലേക്ക് ഇറങ്ങിയ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ധാരാളം കമന്റ്സ് ഒക്കെ വന്നിരുന്നു. അതെ സർ. അതിലൊന്ന് എന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ മാമൻ ഇനി ഹീറോ ആകാൻ പോവുകയാണ്. അതിലെന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ ഇദ്ദേഹം വളരെ ഹാൻസം ആണ്, അതുകൊണ്ട് നിറയെ സിനിമകൾ ലഭിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിനെ മുംബൈയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സിനിമയിൽ ചാൻസ് വാങ്ങിച്ചു കൊടുക്കൂ. ഓ, ഇതൊരിക്കലും നടക്കില്ല സർ. സീരിയസ് ആയിട്ട് ഞാനൊരു കാര്യം താങ്കളോട് പറയാം. താങ്കൾ വിശ്വസിച്ചേ മതിയാവും. ഞങ്ങൾ വീട്ടിലുള്ളപ്പോൾ ജെന്യുവൻലി രാഷ്ട്രീയ കാര്യങ്ങളോ സിനിമാ കാര്യങ്ങളോ ചർച്ച ചെയ്യാറില്ല. താങ്കൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങള് വളരെ നോർമലായിട്ടും ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. വീട്, അത് ഇത്, ഓർഗനൈസേഷൻ, ഫാമിലി, ഞങ്ങൾ ഇതിലൊക്കെ ബിസി ആയിരിക്കും. സോ ഞങ്ങളെ കൊണ്ട് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആൻഡ് കഴിഞ്ഞ 12 വർഷമായിട്ട് ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് ജോലിയിൽ ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങിയത്. സോ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കരിയർ ചേഞ്ച് ചെയ്യാൻ പാടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട് സർ. അതായത് ഞാൻ ഏത് പ്രൊഫഷനിൽ നിന്നാണോ വരുന്നത്, ഏത് ഫീൽഡിൽ നിന്നാണോ വരുന്നത്, അതുപോലെ തന്നെ അവർ വേറെ ഫീൽഡിൽ നിന്ന് വന്നാലും ഇതിൽ ഒരുപാട് സിമിലാരിറ്റികളുണ്ട് സർ. ഞങ്ങളുടെ പ്രൊഫഷനിലും ആക്ടിങ് ചെയ്തേ തീരൂ, ഇവരുടെ പ്രൊഫഷനിലായാലും ആക്ടിങ് ചെയ്തേ തീരൂ. ഞങ്ങളുടെ പ്രൊഫഷനിലും രാഷ്ട്രീയം ചെയ്തേ മതിയാവും. ഞങ്ങളുടെ പ്രൊഫഷനിലും പൊളിറ്റിക്സ് ഉണ്ട്, ഇവരുടെ പ്രൊഫഷനകത്ത് അതിനേക്കാളും പൊളിറ്റിക്സ് ഉണ്ട്. ഞാനത് ഈ അടുത്താണ് മനസ്സിലാക്കിയത്. ഞങ്ങളുടെ പ്രൊഫഷനിൽ വോട്ടേഴ്സ്, അതായത് ജനങ്ങളുടെ മനസ്സ് നമ്മൾ കീഴടക്കണം. ഇവരാണെങ്കിൽ ഓഡിയൻസിന്റെ മനസ്സ് കീഴടക്കണം. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഒന്നുകിൽ ജയിക്കും അല്ലെങ്കിൽ തോൽക്കും. അതുപോലെ തന്നെ ഇവരുടെ പടങ്ങളും ഒന്നുകിൽ ഹിറ്റാവും അല്ലെങ്കിൽ ഫ്ലോപ്പ് ആവും. സോ സിമിലാരിറ്റീസ് ഒരുപാട് തന്നെയുണ്ട്. എനിക്കെന്താ തോന്നുന്നത് വെച്ചാൽ ഓരോരുത്തരുടെയും ലോകം അത് ഒറ്റയ്ക്ക് തന്നെ സൂക്ഷിക്കണം. ആൻഡ് അറ്റ് എ പേഴ്സണൽ ലെവൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നു. നോക്കൂ, ഇവർ ഡൽഹിയിലെത്തി. അവിടെ ധാരാളം പൊല്യൂഷൻ ഉണ്ടെന്നും പറയും. എന്റെ തൊണ്ട അടഞ്ഞു പോയെന്ന് പറയും. അപ്പോൾ അത് പൊളിറ്റിക്കൽ ചോദ്യമാണോ അതോ പേഴ്സണലാണോ? നോക്കൂ സർ, ഡൽഹിയിൽ എയർ പൊല്യൂഷൻ ഉണ്ടെന്നുള്ള കാര്യം അത് സംശയമില്ലാത്തതാണ്. പിന്നെ ഞാനൊരു വിദ്യാഭ്യാസമുള്ള രാഷ്ട്രീയ നേതാവായതുകൊണ്ട് തന്നെ പുതിയ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമിനെ പറ്റിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഡൽഹിയിൽ നിന്നും എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ പോവുകയാണ്. അതായത് നോർത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അത് ഉപകാരപ്രദമാവും. ഞങ്ങൾ അതിനുള്ള ശ്രമങ്ങളും തുടങ്ങി വെച്ചിട്ടുണ്ട്. എനിക്കെന്താ തോന്നുന്നത് വെച്ചാൽ അടുത്ത 2 വർഷത്തിൽ ഡൽഹിയിലേക്ക് വരുന്ന സമയത്ത് എല്ലാ പ്രശ്നങ്ങളും ശരിയാവും. പിന്നെ എയർ പൊല്യൂഷൻ അവിടെ ഉണ്ടാവില്ലേ. നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ശുദ്ധവായു. അതെ, ഇവര് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ശുദ്ധവായു തന്നെ കിട്ടും. പക്ഷെ ഒരു കാര്യം, എയർ പൊല്യൂഷനെ പറ്റി ഞങ്ങൾ കഴിഞ്ഞ 1.5 വർഷങ്ങളായിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി ആശങ്കപ്പെട്ടിട്ടുണ്ട്. 2 ഗവൺമെന്റുകളും ഇതിനെപ്പറ്റി ആശങ്കപ്പെടുന്നുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുമുണ്ട്. പിന്നെ ഇത് മുഴുവൻ നോർത്ത് ഇന്ത്യയും ബാധിക്കുന്ന ഒരു കാര്യമാണെന്നും എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ഡൽഹിയെ മാത്രം ബാധിക്കുന്നതല്ല. ബാഗൽപൂർ, ലക്നൗ, വാരണാസി, ഭിവാനി, വിദിഷ, നോർത്ത് ഇന്ത്യ മുഴുവനും, ഒരു തരത്തിൽ പറഞ്ഞ നോർത്ത് ഇന്ത്യയെ മൊത്തമായിട്ട് ബാധിക്കുന്ന ഒരു സ്മോക്ക് അത് എല്ലാ ഏരിയയിലും വ്യാപിച്ചിട്ടുണ്ട്. അത് പരിഹരിക്കാൻ എല്ലാ ഗവൺമെന്റുകളും ഒന്നിച്ച് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. മുൻപ് ഇത് പറഞ്ഞിരുന്നു.
ഞങ്ങൾ ഇതിന് ചില സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. കൃഷിസ്ഥലത്ത് ആ ഗോൾ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് അലിഞ്ഞു പോകും. അത് ശരിക്കും ഒരു നല്ല സൊല്യൂഷൻ തന്നെയാണ്. ആ സൊല്യൂഷൻ ഡൽഹിക്ക് ഫിറ്റായി. ഇന്നും ഞങ്ങളുടെ ഡൽഹി സർക്കാർ, ഡൽഹിയിൽ എത്രമാത്രം വയലുകളുണ്ടോ, ഏകദേശം 600ഓളം വയലുകളുണ്ട്. അവിടെ ഇതേ രീതി പ്രകാരം തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ സൊല്യൂഷൻസ് പഞ്ചാബിലും ഹരിയാനയിലും വിജയിച്ചിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. പഞ്ചാബിലും പിന്നെ ഹരിയാനയിലും പയറിന്റെ വിളവെടുപ്പ് നടക്കുമ്പോൾ അതിനുശേഷം സ്റ്റെബിൾ, അതായത് കള എന്ന് പറയും, അതിൽ നിന്ന് കർഷകർ പുറത്തു കടക്കാൻ ഒരു 10-12 ദിവസങ്ങളെടുക്കും. 10-12 ദിവസം കൊണ്ട് അവർക്കത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ അടുത്ത വിളവെടുപ്പ് സമയത്ത് ഗോതമ്പിന്റെ വിളവ് വലിയ രീതിയിൽ തന്നെ കുറയും. ഈ ഒരു സൊല്യൂഷന് ഏറ്റവും കുറഞ്ഞത് 4 ദിവസമെങ്കിലും എടുക്കും. സോ 10 മുതൽ 12 ദിവസത്തിനുള്ളിൽ നമ്മൾ കർഷകർക്ക് സൊല്യൂഷൻ കൊടുക്കണം. അത് അത്യാവശ്യമാണ്. അത് ഫൈനാൻഷ്യൽ കോമ്പൻസേഷനിലൂടെ കൊടുക്കാം, അല്ലെങ്കിൽ ഹാപ്പി സീഡിംഗ് മെഷീനിലൂടെ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ ഈ വർഷം റിപ്പോർട്ട്സ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അതായത് പഞ്ചാബിൽ 70% സ്റ്റെബിൾ ബേണിംഗ് ഇൻസിഡൻസ് കുറഞ്ഞിട്ടുണ്ട് എന്നാണ്. അതാണ് റിപ്പോർട്ടിന്റെ നിരീക്ഷണം. എല്ലാ ഗവൺമെന്റുകളും ഒന്നിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. സൊല്യൂഷൻ കിട്ടും. പർണീത് മാഡം, താങ്കൾ രാഹുൽ ഗാന്ധിയോട് പറയില്ലേ പൊല്യൂഷൻ ഉള്ളതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് മുംബൈയിൽ വന്ന് താമസിക്കാൻ? സാർ, മുംബൈയിൽ ഇപ്പൊ നിറയെ പൊല്യൂഷനാണ്. എല്ലായിടത്തും വളരെ പൊല്യൂഷനാണ്. ഞങ്ങൾ ആക്ച്വലി ജനുവലി ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇത് ഡൽഹിയിൽ നടക്കുന്ന കാര്യം മാത്രമല്ല, ഞങ്ങള് മുംബൈയെ പറ്റി ഇതാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബോംബെ ഒരു കോസ്റ്റൽ സിറ്റിയാണ്. അവിടെ എത്രത്തോളം ഫ്രഷ് എയർ വരണമെന്ന് വെച്ചാൽ ഇനിയും അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റുന്നില്ല. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് ബിക്കോസ് എല്ലാ സിറ്റിസന്റെ ആക്ഷൻ വെറും ഗവൺമെന്റിന് മാത്രമല്ല, എല്ലാ സിറ്റിസണും ചേഞ്ച് ആകണം. നമ്മുടെ ശീലങ്ങളും ആക്ടിവിറ്റീസും ഒക്കെ മാറ്റണം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പൊല്യൂഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതോ ആ ശീലങ്ങളൊക്കെ മാറ്റണം. എന്നാലേ ഇതിന് ശരിയായിട്ടുള്ള സൊല്യൂഷൻ കിട്ടൂ. ഇതുകൊണ്ട് താങ്കളുടെ അടുത്തുള്ള ഒരേ ഒരു സൊല്യൂഷൻ പറയൂ. ദീദിയുടെ അടുത്തും മാമന്റെ അടുത്തും പോകുന്നത് മാത്രമല്ല. ഇല്ല, ഞാൻ എപ്പോഴും രാഘവന്റെ കൂടെ ആയിരിക്കും ഉള്ളത്. ഇനി ഇന്ത്യ വിട്ട് ഞാൻ ഒരു രാജ്യത്തേക്കും പോവില്ല. എന്നെയും കൂടെ കൊണ്ടുപോകുന്നേ. ചാൻസേ ഇല്ല. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണോ? നിങ്ങൾ രണ്ടുപേർക്കിടയിൽ ആരാണ് ഭയങ്കര ലേസിയാ? ലേസിയോ? ആ അതെ, ഞാനാണ് നിങ്ങൾ ലേസി. രണ്ടുപേരിൽ ആരാണ് വഴക്കിടുന്നത് അധികം? ഒബ്വിയസ്ലി സ്ത്രീകളല്ലേ എപ്പോഴും വഴക്കിടാറുള്ളത്. എന്താന്ന് വെച്ചാ ഇദ്ദേഹത്തിനെ പോലെ ഒരു ഹാർഡ് വർക്കറെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ സത്യത്തിൽ എന്താ വിചാരിക്കുന്നെന്ന് വെച്ചാ ഞാനാണ് വലിയ ഹാർഡ് വർക്കർ എന്ന്. അതിനുശേഷം രാഘവനെ കണ്ടുമുട്ടിയപ്പോ അദ്ദേഹം ഫാമിലിയുടെ കൂടെ ആയിരിക്കട്ടെ, അല്ലെങ്കിൽ വീട്ടിലെ ആരുടെയും ബർത്ത്ഡേ പാർട്ടിക്കാരട്ടെ, ഒരു കാര്യത്തിന് അദ്ദേഹം ഇമ്പോർട്ടന്റ് കൊടുക്കില്ല. അദ്ദേഹത്തിന് ജോലി ഉള്ളപ്പോ ഞങ്ങളുടെ ഏറ്റവും വലിയ കംപ്ലൈന്റ് അതാണ്. താങ്കൾ എപ്പോഴും ജോലി ജോലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കൂ. ആരാണ് വഴക്ക് വിടുന്നത്? നിങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. കല്യാണത്തിൽ You cannot lie. You have to ഇല്ല. speak to truth. നോക്കൂ, കല്യാണം എന്ന് വെച്ചാൽ എത്തരത്തിലുള്ള ഒരു ബന്ധമാണെന്നാൽ അതിൽ ഒരു വ്യക്തി എപ്പോഴും ശരിയുടെ പക്ഷത്തായിരിക്കും. പിന്നെ രണ്ടാമത്തെ ആൾ, അതായത് ഭർത്താവ് എന്ന് വേണമെങ്കിലും പറയാം. സോ ഇതുപോലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ, ചിലപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഓക്കെ ആവും, നല്ല സ്നേഹബന്ധം ഉണ്ടാവും. പക്ഷേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധത്തിലും ചില വിള്ളലുകൾ ഉണ്ടാവാം. അത് ഗവൺമെന്റും പ്രതിപക്ഷവും പോലെ ആയിരിക്കും. അതിൽ ഗവൺമെന്റ് എപ്പോഴും ഇവരാണ്, ഞാൻ എപ്പോഴും പ്രതിപക്ഷമായിരിക്കും. താങ്കൾക്ക് ഇതുവരെ തോന്നിയില്ലേ ഇദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ എല്ലാ ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണെന്ന്? സർ, ഞങ്ങൾ ബോംബെ ഡയലോഗ് റൈറ്ററെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു ജോലി കൊടുക്കുമെന്ന് തോന്നുന്നു. ഇദ്ദേഹം തന്റെ സ്കൂൾ ഡേയ്സിൽ ഒരു പ്ലേയിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെയോ? ഇദ്ദേഹം ഇത് ചെയ്ത എനിക്ക് പോലും ക്യാരക്ടർ അറിയില്ലല്ലോ. സുഭാഷ് ചന്ദ്രബോസിന്റേതായിരുന്നു. റിയലി? അതെ സാർ, ഇത് എനിക്ക് പോലും അറിയില്ല. അതെ, എന്റെ ഡയലോഗ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഓ റിയലി സാർ, പറ ഇതെങ്ങനെ മാച്ച് ആവൂന്ന്. ഞാൻ സ്കൂളിലെ ഡ്രാമയിൽ ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഡയലോഗ് ഞാൻ ഇപ്പോഴാണ് കേട്ടത്. कि हाथ मत लगाना नहीं तो गोली मार അതെ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണോ? നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് ശരിക്കും റിലീജിയസും, പിന്നെ രാമനെ കാണാനായിട്ട് അയോധ്യയിലോട്ട് എപ്പോഴാണ് പോകുന്നത്? ഓ, വളരെ ആഗ്രഹമുണ്ട്, വളരെ ആഗ്രഹമുണ്ട്. റിലീജിയസ് എന്ന് പറയുമ്പോൾ വളരെ. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്. ഉം. പിന്നെ എനിക്കെന്താ തോന്നുന്നത് വെച്ചാ ഈ ആത്മീയത പിന്നെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ രണ്ടുപേരും അതിൽ വിശ്വസിക്കുന്നുണ്ട്. ഒരു വലിയ ശിവഭക്തനായ
എൻ്റെ അച്ഛൻ കഴിഞ്ഞ 40 വർഷങ്ങളായി രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് വർക്കിന് പോകുന്നതിന് മുന്നേ ശിവലിംഗത്തിൽ ജലധാര നടത്താറുണ്ട്. പിന്നെ ഞാനും കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് കുളിച്ച ശേഷം ഇത് തന്നെയാണ് ചെയ്യാറ്. ശിവലിംഗത്തിൽ ഞാനും ജലധാര നടത്താറുണ്ട്. ഇതിനെ ഒരു ആത്മീയ സൈഡായിട്ട് പറയാം. ഞാനും അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്. പിന്നെ ഇതൊക്കെ എൻ്റെ മാത്രം കാര്യങ്ങളാണ്. ഇതൊന്നും പബ്ലിക് അറിയേണ്ട കാര്യങ്ങളാണെന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്. ഞങ്ങൾ ഈയിടെ same ആണ്. അതായത് കഴിഞ്ഞ മാസം എൻ്റെ പിറന്നാളായിരുന്നു. ആ ദിവസം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് വാരാണസിയിൽ പോയിരുന്നു ബാബ വിശ്വനാഥിനെ കാണുവാൻ വേണ്ടി. പിന്നെ അവിടെ പൂജ ചെയ്ത് ദൈവത്തെ പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു. ഇത് പിന്നെ ആക്ച്വലി ഒരു വിചിത്രമായിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ ഈ കല്യാണമൊക്കെ നടക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ജീവിതത്തിൽ ഒരു കാര്യത്തിലും മാറ്റം കൊണ്ടുവരാൻ പാടില്ലെന്ന്, കല്യാണത്തിന് ശേഷം ഒന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ലെന്ന്. പക്ഷേ ഇതും ഒരു വിചിത്രമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും വളരെ റിലീജിയസ് ആണ്, ദൈവവിശ്വാസികളാണ്, വലിയ വിശ്വാസികളാണ്. അതുപോലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അവരുടെ ചോദ്യം അക്കാര്യത്തിലൊക്കെ എന്താണെന്ന് ഞങ്ങളുടെ വെച്ചാൽ നിങ്ങൾ ചിന്താഗതി രണ്ടുപേരും ഒന്നാണ്. തീർച്ചയായും രാംലല്ല തീർച്ചയായിട്ടും അത് ഉറപ്പായിട്ടും വളരെ ഞങ്ങൾക്ക് നാളത്തെ പോകാൻ ഭയങ്കര ആഗ്രഹമാണ്. ആഗ്രഹമാണ്. എപ്പോഴും ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും എന്തായാലും അവിടെ അവിടെ പോകും. ഞങ്ങൾ ഒരു പോകണമെന്നുള്ള പ്രാവശ്യം കാര്യം. പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടതായിരുന്നു. പക്ഷേ അവിടെ പോകാൻ പറ്റിയില്ല. അതിപ്പോഴും പെൻഡിങ് ആണ്. പക്ഷേ ഞങ്ങൾ ഒരു നാൾ പോകും. പറഞ്ഞു വരുമ്പോൾ എനിക്ക് ഇവരെ പറ്റി വളരെ നന്നായിട്ട് തന്നെ അറിയാം. ഞങ്ങൾ വിവാഹിതരായതുകൊണ്ട് ഞങ്ങൾക്ക് പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരേ ഒരു ഫിലോസഫി മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിനെപ്പറ്റി ഇവിടെ വെറുതെ പറയുന്നില്ല, പക്ഷെ ഞാൻ ജെനുവിൻലി ഇതിൽ വിശ്വസിക്കുന്നുണ്ട്. लल्लू करे कवलियां रब सिद्धियां पावे। പിന്നെ മനുഷ്യന്മാർക്ക് തെറ്റുകൾ എങ്ങനെയായാലും പറ്റും. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ വഴിയിൽ പോവുകയാണെങ്കിൽ ദൈവം നമ്മളെ നല്ല വഴിയിൽ തന്നെ നയിക്കും. പിന്നെ എല്ലാവരും പറയാറില്ലേ, मेरा आपकी कृपा से सब काम हो रहा है, करते हो तुम कन्हैया, मेरा नाम हो रहा है। ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു മാറ്റവും വന്നിട്ടില്ല. രാഘവ്, ഇവിടെ ഒരു സംശയവുമില്ല. അതായത് താങ്കളുടെ ജീവിതത്തിൽ ഇത്രയും കോ ഇൻസിഡൻസ് സംഭവിച്ചിരിക്കുകയാണ്. ദൈവം അല്ലാതെ വേറെ ആർക്കും ഇത് ചെയ്യാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും സാർ, ആരെ കൊണ്ടും അത് നിങ്ങൾ കഴിയില്ല. പറഞ്ഞത് ഞങ്ങൾ സത്യമാണ്. നന്നായി വിശ്വസിക്കുന്നു. ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇവരുടെ മേലുള്ള വിചാരണ തുടരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. पहली ललकार नाल मैं डर गई, दूजे ललकार वे अंदर बढ़ गई, तीजे ललकार नाल नौ मेरा लके सिद्धान के दराजे विच वजया नी पट्टू फिरदे शराब नाल रजया नी पट्टू फिरदे। വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് പരിണിതി ചോപ്രയോടും രാഘവ് ചഡ്ഡയോടുമാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ പരിണിതി ചോപ്ര ഒപ്പം രാജ്യസഭാ മെമ്പറായ രാഘവ് ചഡ്ഡയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ രണ്ടുപേരുടെയും പ്രവൃത്തികളിൽ ഡബിൾ സ്റ്റാൻഡ് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിവാഹ വീഡിയോ വളരെ വൈറലായിരുന്നു. കോടിക്കണക്കിന് ജനങ്ങളാണ് കണ്ടത്. ഒരു നേതാവ് ഇത്രത്തോളം ഗ്ലാമറസ് ആയിട്ട് വിവാഹം നടത്തിയിട്ടേയില്ല. വിവാഹം എന്നത് രണ്ടുപേർക്കിടയിൽ നടക്കുന്ന കാര്യമാണ്. ഞാനൊരു വളരെ സാധാരണക്കാരനാണ്, പക്ഷെ ഇവരങ്ങനെ ഒരു സാധാരണക്കാരിയല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, സർ, ജീവിതത്തിൽ മനുഷ്യൻ ഒരേ ഒരു തവണ മാത്രമേ കല്യാണം കഴിക്കുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ എന്താ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ ധാം ധൂം എന്ന് ചെയ്യണം. പിന്നെ നിങ്ങളുടെ സംശയം തീർത്തും ന്യായമാണ്. ഈ കാര്യത്തിൽ ഒരുപാട് വിമർശനങ്ങൾ എനിക്ക് നേരെ ഉയർന്നു വന്നിട്ടുണ്ട്. അവർക്കൊക്കെയുള്ള മറുപടി ഞാൻ ഈ പ്രോഗ്രാമിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് അവർക്കൊക്കെ ഒരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു പണക്കാരനായ അച്ഛൻ്റെ പാവപ്പെട്ട മകനാണ്, ഒരു പണക്കാരി ഭാര്യയുടെ പാവപ്പെട്ട ഭർത്താവാണ്. സർ, ജനങ്ങൾ ഇത് എന്റെ കല്യാണമെന്ന് പോലും മറന്നുപോയി. സർ, ഞാനൊരു ഫിലിം സ്റ്റാർ ആണ്. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ അഭിനയിക്കുന്നുണ്ട്. അന്നു മുതലല്ല, കുട്ടിക്കാലം മുതലേ എനിക്ക് കല്യാണത്തെപ്പറ്റി നിറയെ ആഗ്രഹങ്ങളുണ്ട്. ഫൈനലി എന്റെ കല്യാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനുശേഷം ഞാൻ ഒന്നിലൊരു വിട്ടുവീഴ്ച ചെയ്തില്ല. ഞാൻ മാത്രമല്ല, എന്റെ അച്ഛൻ, എന്റെ ബ്രദേഴ്സ്, ഇദ്ദേഹത്തിന്റെ അച്ഛൻ, പിന്നെ 4-5 പേരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്നാണ് ഈ കല്യാണത്തെപ്പറ്റി ഡിസൈഡ് ചെയ്തത്. ഐ ഫീൽ ഞാൻ മാത്രമല്ല, ലോകം മുഴുവൻ ഈ കല്യാണം കാണുന്നുണ്ട്. എന്റെ ഫാൻസ് എല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് അടിപൊളിയായിട്ട് ഇതെല്ലാം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതില് ഞാൻ ഒരിക്കലും കോംപ്രമൈസ് കാണിക്കണമെന്ന് വിചാരിച്ചില്ല. പിന്നെ എനിക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നത്, ഫോക്കസ് ഫുള്ള് ഇതിലങ്ങായിപ്പോയി. ആരാണ് ചെലവ് ചെയ്തത്, ചെയ്തില്ലെന്നൊക്കെ ഇങ്ങനെ സുഖ്ബീർ ബാദൽ എന്താ പറഞ്ഞെന്ന് വെച്ചാ, ഈ കല്യാണത്തിന് ചെലവായ തുക മുഴുവനും പഞ്ചാബ് ചീഫ് മിനിസ്റ്ററാണ് നൽകിയതെന്ന്. എൻ്റെ ഈശ്വര, ഭഗവന്ത് മാൻ, എൻ്റെ സഹോദരൻ,
അദ്ദേഹം കല്യാണത്തിന് വന്നിരുന്നു. അദ്ദേഹം കല്യാണത്തിന് വന്നിട്ട് എനിക്കൊരു ചെറിയ കവർ പോലും തന്നില്ല. നിങ്ങൾ കല്യാണത്തിന്റെ ബില്ലിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. റൂമേഴ്സ് ഒക്കെ എങ്ങനെ വേണമെങ്കിലും ഉയർന്നു വരാവുന്നതാണല്ലോ. ഭഗവത് മേനൻ നടന്നു ആ ചെലവൊക്കെ. ഇതൊരു വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയാണ്. അതായത് അദ്ദേഹത്തിന്റെ കല്യാണ സമയത്ത് അവിടെ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കാനുള്ള ചുമതല എനിക്കായിരുന്നു തന്നത്. പിന്നെ അതൊരു ചെറിയ കല്യാണമായിരുന്നു. ഫാമിലി മെമ്പേഴ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് പാർട്ടി മെമ്പേഴ്സും ഉണ്ടായിരുന്നു. ഒരുപാട് പേരൊന്നുമില്ല, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് മാത്രം. സോ ആ കല്യാണത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും എനിക്കായിരുന്നു അവർ തന്നത്. പറഞ്ഞു വരുമ്പോൾ ഷാമിയാന മുതൽ ടെന്റ് ഇടുന്നത് വരെ, അതുപോലെ ഭക്ഷണം, ട്രാൻസ്പോർട്ട്, ഈ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി നടത്തിയത് ഞാനാണ്. അതൊരു യാദൃശ്ചികമായ കാര്യമായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ കല്യാണ ഏർപ്പാടുകൾ നടത്താനുള്ള ചുമതല എനിക്ക് കിട്ടുകയെന്നത്. ഹർസിമ്രത് കൗർ ഒരു കുറ്റം ആരോപിച്ചിരുന്നു. അവര് പറഞ്ഞത് പഞ്ചാബിൽ നിന്നും ബുള്ളറ്റ് പ്രൂഫോട് കൂടിയ ലാൻഡ് ക്രൂസർ വണ്ടികൾ 800 കിലോമീറ്റർ ദൂരെയുള്ള ഉദയ്പൂരിലേക്ക് പോയെന്ന്. സെക്യൂരിറ്റിക്ക് വേണ്ടി പഞ്ചാബ് പോലീസ് മൊത്തവും ഉദയ്പൂരിലാണ് ഉണ്ടായിരുന്നതെന്ന്. നോക്കൂ, ഇത് വളരെ സാധാരണമായൊരു കാര്യമാണ്, സാധാരണമായൊരു പ്രോട്ടോകോൾ. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ ഒരു ഹൈ ഡിഗ്നിറ്ററി, അതായത് ഒരു മുഖ്യമന്ത്രിയെ പോലൊരു വ്യക്തിക്ക് സെക്യൂരിറ്റി കൊടുക്കണം എന്നാൽ അദ്ദേഹം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവരുടെ സെക്യൂരിറ്റിയും അവരുടെ മുഴുവൻ ക്രൂവും മുഖ്യമന്ത്രിയുടെ കൂടെ തന്നെ അവർ പോകുന്ന സ്ഥലത്തേക്ക് പോകും. സോ മുഖ്യമന്ത്രി എവിടെ പോയാലും എപ്പോൾ പോയാലും ആ മുഴുവൻ സംഘവും കൂടെ തന്നെ ഉണ്ടാവും. 2 മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ട്. ഡൽഹി മുഖ്യമന്ത്രിയും വന്നു, പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയും വന്നു. സുഖ്പാൽ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ പഞ്ചാബിലെ കോൺഗ്രസ് നേതാക്കന്മാർ അവരൊക്കെ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ രാഘവ് ചട്ട ഉദയ്പൂരിലെ പാലസിലെ ഏത് റൂമിലിരുന്നോ അതൊരു 7 സ്റ്റാർ ഹോട്ടലാണ്. ഒരു രാത്രിക്ക് ആ റൂമിന്റെ വാടക 10 ലക്ഷം രൂപയാണെന്ന്. ഓ ഗോഡ്. ഇതെല്ലാം തന്നെ നുണയാണ് സർ. പ്രധാനമായിട്ടും അത് ഒരു 7 സ്റ്റാർ ഹോട്ടലേ അല്ല, അതൊരു 5 സ്റ്റാർ ഹോട്ടലായിരുന്നു. പിന്നെ ആകെ അതിൽ ഒരു 40ഓ 50ഓ റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളത് മുഴുവനായിട്ടും ബുക്ക് ചെയ്തു. അവിടെ വേറെ 10 ലക്ഷം രൂപയുടെ ഒരു റൂം പോലും ഇല്ലായിരുന്നു സർ. പിന്നെ ചിലരൊക്കെ ഞങ്ങളുടെ കല്യാണത്തെ എങ്ങനെയാണ് വിമർശിച്ചതെന്ന് വെച്ചാൽ റൂമിന്റെ റെന്റ്, പിന്നെ വളയുടെ വില, ചില TV ആങ്കേഴ്സും പിന്നെ ചില നേതാക്കളൊക്കെ എന്റെ സ്യൂട്ടിന്റെ വിലയെ പറ്റി പോലും വിമർശനങ്ങൾ ഉന്നയിച്ചു. അവർ പോയിട്ട് എന്റെ സ്യൂട്ട് കൊണ്ടുവന്ന പോലെയായിരുന്നു അവരുടെ വർത്തമാനം. അതുപോലെ ഹോട്ടൽ ബുക്കിംഗ് അവർ ചെയ്തതുപോലെ. എനിക്ക് പറയാനുള്ളത് ഇതൊന്നും തെളിവില്ലാത്ത ആരോപണങ്ങൾ മാത്രമാണ്. സർ, ഞാൻ ആലോചിക്കുന്നത് ഒരു പ്രിസ്ക്രിപ്ഷന്റെ കാര്യമായി പോലും ഞാനൊരു ആക്ട്രസ്, അതായത് ഞാനൊരു ആക്ടറിനെയോ പ്രൊഡ്യൂസറിനെയോ കല്യാണം ചെയ്തിരുന്നെങ്കിൽ അന്നേരം എല്ലാരും പറഞ്ഞേനെ ഈ ആക്ട്രസിന്റെ കല്യാണം നന്നായി നടന്നെന്ന്. ഇങ്ങനെയൊക്കെ നടക്കാനാണോ ഇത്രയും നാള് കഷ്ടപ്പെട്ടതൊക്കെ? ഇതിനു വേണ്ടിയാണ് കഷ്ടപ്പെട്ടത്. ഞാനൊരു രാഷ്ട്രീയ നേതാവിനെ കല്യാണം കഴിച്ചുകൊണ്ട് ചെലവ് മുഴുവൻ അദ്ദേഹം വഹിച്ചു. അദ്ദേഹത്തെ കൊണ്ട് മാത്രമേ ഇത്രയും വലിയ ആർഭാടമായിട്ടൊരു കല്യാണം നടത്താൻ കഴിയൂ. അതുകൊണ്ട് ആർട്ടിസ്റ്റുകൾക്ക് വിവാഹം നടക്കുകയാണെങ്കിൽ അവർക്ക് അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണ്? എക്സാക്ട്ലി സാർ. ഒരു തരത്തിൽ ഞാൻ ഇതും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു വശത്ത് ഈ ട്രോളിങ്ങും പിന്നെ നിറയെ ഇൻവെസ്റ്റിഗേഷൻ മൈൻഡുള്ള വോട്ടേഴ്സ്, ഫാൻസ് നിറയെ പേര് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട്. എന്റെ ജീവിതത്തിൽ ഒത്തിരി സ്നേഹം കൊടുക്കും. ഞങ്ങൾ സന്തോഷത്തോടെ ഇരുന്നാൽ അവരത് ആഘോഷിക്കും. എന്റെ സൈഡിലുള്ള ആൾക്കാർ പറഞ്ഞത് ഇത് വലിയൊരു കല്യാണമായിരുന്നെന്നാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ പക്ഷത്തുള്ള ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നു. ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണെന്നുള്ള കാര്യം എല്ലാരും മറക്കുന്നു. ഇതുകൊണ്ട് ചില സമയത്ത് ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. നോക്കൂ, ഇദ്ദേഹം രാജ്യസഭയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷനിൽ തന്റെ ഡീറ്റെയിൽസ് എല്ലാം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ എന്റെ ഇയർലി ഇൻകം 2 ലക്ഷം രൂപയാണെന്ന്. എന്റെ അടുത്ത് വാഹനമൊന്നുമില്ല, എനിക്ക് പ്രോപ്പർട്ടി ഒന്നുമില്ല. അതെ. അപ്പോ സാർ എനിക്ക് ഒരു വർഷത്തിന്റെ റിട്ടേൺ കുറവായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, എന്റെ ഇൻകം ടാക്സ് റിട്ടേൺ ആണ് കുറവ്. എന്റെ അച്ഛൻ്റെതും പിന്നെ എന്റെ ഭാവി വധുവിന്റെയും റിട്ടേൺസ് കുറവല്ലല്ലോ സാർ. അവർക്ക് ആ ചെലവ് നോക്കാൻ പറ്റുമല്ലോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മറക്കുന്നു. ഇതൊരു വിചിത്രമായിട്ടുള്ള സംഭവമാണ്. ഒരുപക്ഷെ എന്റെ കല്യാണത്തിന് മുമ്പ് വണ്ടിയോ വീടോ എന്ത് വാങ്ങിയായിരുന്നാലും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ. പെട്ടെന്ന് കല്യാണത്തിന് ശേഷം എന്റെ കാശെല്ലാം തീർന്നുപോയി. പെട്ടെന്ന് എനിക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ലായിരുന്നു. കുഴപ്പമില്ല, ഇറ്റ്സ് ജസ്റ്റ് പാർട്ടിയുടെ പേര് ശ്രദ്ധിച്ചില്ലേ? ആം ആദ്മി പാർട്ടി. അതെ. പക്ഷേ ഇദ്ദേഹത്തിന്റെ സ്റ്റൈല് കണ്ടിട്ട് ജനങ്ങളൊക്കെ പറയുന്നത് ഇദ്ദേഹം ഒരു യുവരാജാവിനെ പോലെയാണ്. തീർച്ചയായിട്ടും. എനിക്കൊരു അമ്മാവനുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അദ്ദേഹം ബേസിക്കലി ഒരു ഫാഷൻ ഡിസൈനറാണ്. സോ അദ്ദേഹം എല്ലാ വസ്ത്രങ്ങളും എനിക്ക് നന്നായിട്ട് തന്നെ തയ്ച്ചു തരും. ഇന്ന് ഞാൻ ഷോയിലിട്ടിരിക്കുന്ന ഡ്രസ്സ് നോക്കിയാലും എനിക്ക് അദ്ദേഹം തന്നെ തയ്ച്ചു തന്ന ഡ്രസ്സാണ്. സോ അമ്മാവൻ അങ്ങനെയുള്ള സമയത്ത് മരുമോൻ ഒരിക്കലും പ്രശ്നം വരില്ലല്ലോ സാർ. അമ്മാവന്റെയും മരുമോന്റെ ഇടയിൽ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാവില്ലേ? അപ്പൊ ഇപ്പോഴാണ് എല്ലാവർക്കും ഇത് താങ്കളുടെ അമ്മാവന്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലായത്. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ, എന്റെ മൈൻഡില് രാഷ്ട്രീയക്കാരെ പറ്റി ഒരു ഇമേജ് ഉണ്ടായിരുന്നെന്ന്.
പക്ഷേ അത് ഇതെല്ലാം കണ്ടതിന് ശേഷമാണ് മാറിയത്. പൊളിറ്റീഷ്യൻസ് ക്യാൻ ബി സൂപ്പർ സ്റ്റൈലിഷ്, സൂപ്പർ ഹാൻസം, യങ്. പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജോലിയിൽ ഒരു മാറ്റവും കാണില്ല. സ്റ്റൈൽ അകത്തുനിന്ന് വരണം, പക്ഷെ ഇദ്ദേഹത്തിന് രക്തത്തിലുണ്ട്. സാർ, ഈ രാജ്യത്ത് ഒരുപാട് നേതാക്കന്മാർ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നുണ്ട്. നമ്മുടെ ബഹുമാന്യനായ പ്രൈം മിനിസ്റ്റർ പോലും തീർച്ചയായും. സ്റ്റൈലിഷ് ആയിട്ടാണ് നടക്കാറ്. മറ്റു പാർട്ടിയുടെ നേതാക്കന്മാരും സ്റ്റൈലിഷ് ആയിട്ട് നടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിത രീതികൾ, നമ്മുടെ പെരുമാറ്റം, വസ്ത്രധാരണം, അത് നമ്മളുടെ മനസ്സ് തുറന്നു കാണിക്കും. നമ്മൾ എത്ര സന്തോഷവാന്മാരാണെന്നും അതിലൂടെ മനസ്സിലാക്കാം. പിന്നെ ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഇംഗ്ലണ്ടിലുള്ളവർ ധാരാളം ഉപയോഗിക്കുന്ന ഒന്ന്. ദാറ്റ് എവറിഡേ ഡ്രസ് ലൈക്ക് യു ഹാവ് ടു മീറ്റ് എ ക്യൂൻ. നിങ്ങൾ ദിവസവും നല്ല രീതിയിലുള്ള ഡ്രസ്സുകൾ ഇടണം, ആ രാജ്യത്തെ രാജ്ഞിയോ രാജാവിനെ കാണണം എന്നതുപോലെ. എനിക്ക് എന്റെ ക്യൂവിനെ കാണണമല്ലോ, ഞാൻ ഈ ലൈന് വേണ്ടിയാണ് അതുകൊണ്ടാണ് വെയിറ്റ് ഞാൻ നല്ല ഡ്രസ്സുകൾ ഇടുന്നത്. അത്രയേ ഉള്ളൂ കാര്യം. മോദിജി ലക്ഷദ്വീപിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ താങ്കൾ മാലദ്വീപിലേക്കാണല്ലോ പോയത്. ഇതിനെപ്പറ്റി ഞാൻ സദ്ഭവനിലും സംസാരിച്ചിരുന്നു. ഒരുപക്ഷെ ഞാൻ ഡൽഹിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് പോവുകയാണെങ്കിൽ 25,000 രൂപ എനിക്ക് അങ്ങോട്ടുള്ള ടിക്കറ്റിന് ചിലവാകും. പിന്നെ ഡൽഹിയിൽ നിന്ന് മാൽദ്വീപ്സിലേക്ക് പോവുകയാണെങ്കിൽ 17,000 രൂപ ചിലവാകും. മാൽദ്വീപ്സിലേക്ക് പോകുന്നത് വളരെ എക്കണോമിക്കലി ചീപ്പായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. രാഘവ്, ഒരു കോൺട്രവേഴ്സി വളരെ വലുതായി മാറി. താങ്കൾ ലണ്ടനിലേക്ക് പോയ സമയത്ത് അരവിന്ദ് കെജ്രിവാൾ ഇവിടെ പ്രശ്നത്തിലായിരുന്നു. അദ്ദേഹം ജയിലിൽ പോകേണ്ടി വന്നു. പക്ഷേ 71 ദിവസം രാഘവ് ചട്ട ഡൽഹിയിലേക്ക് തിരിച്ചു വന്നതേയില്ല. സാർ, നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചത് എന്തായാലും നന്നായി. എനിക്ക് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ ഇതൊരു നല്ല അവസരമായിട്ട് ഞാൻ കാണുന്നു. ആദ്യം ഒരു കാര്യം ഞാൻ പറയാം സാർ, ഇതാണ് സത്യം. ഇത് മുന്നേ തന്നെ ഫിക്സ് ആയ ഒരു പ്രോഗ്രാമാണ്. മാർച്ച് ഫസ്റ്റ് വീക്കിൽ തന്നെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് അവിടെ നിന്ന് എന്നെ വിളിച്ചു. പിന്നെ ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ ലെക്ചറും ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ മുന്നേ തന്നെ തീരുമാനിക്കപ്പെട്ടതാണ്. ആ പ്രോഗ്രാമിന് വേണ്ടി ഞാൻ അവിടെ പോയി. ആ പ്രോഗ്രാം അവസാനിച്ചതിന് ശേഷം എൻ്റെ കണ്ണിൽ ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അതിനുശേഷം ഞാൻ അവിടെയുള്ള ഡോക്ടേഴ്സിനെ അത് കാണിച്ചു. അപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് എനിക്ക് 15 വർഷം മുന്നേ തന്നെ ഒരു കണ്ണിൽ ഓപ്പറേഷൻ നടന്നിരുന്നു. ആ പ്രശ്നം തന്നെ എനിക്ക് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? കണ്ണിൻ്റെ റെറ്റിനയിൽ ചെറിയ ചെറിയ സ്പോട്ടുകൾ, അത് എനിക്ക് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വന്നു. അതിനുവേണ്ടി ഡോക്ടേഴ്സൊക്കെ എന്നോട് പറഞ്ഞത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സർജറി അവിടെ വെച്ച് തന്നെ ചെയ്യണമെന്ന്. ഒരുപക്ഷെ ആ ട്രീറ്റ്മെൻറ്റ് നടന്നില്ലെങ്കിൽ, അങ്ങനെ ഒരിക്കലും നടക്കാൻ പാടില്ല, പക്ഷേ ചെയ്തില്ലെങ്കിൽ കണ്ണിൽ റെറ്റിനയെ കൂടുതലായിട്ടത് ബാധിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഇതൊരു പ്രിവെൻറ്റീവ് സർജറിയാണ്, അവിടെ വെച്ച് ഞങ്ങൾ ചെയ്തു. ആ സമയത്ത്, അതായത് എനിക്ക് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ സാർ ജയിലിലേക്ക് പോയി. പിന്നെ ട്രീറ്റ്മെൻറ്റ് പൂർത്തിയായ ശേഷം ഞാൻ തിരിച്ചു വന്നു. ഡൽഹി തെരഞ്ഞെടുപ്പ് എനിക്ക് തോന്നുന്നത് 25 മെയ് അല്ല, ഞാൻ മെയ് ഫസ്റ്റ് വീക്ക് തന്നെ വന്നു. പിന്നെ ജൂൺ മാസം പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ്. മെയ് മാസം മുഴുവനും അവിടെ തന്നെ നിന്നുകൊണ്ട് പ്രചാരണം ചെയ്തു, പാർട്ടിയെ നോക്കി, റോഡ് ഷോകൾ നടത്തി, റാലികൾ നടത്തി. അതിനുശേഷം ഒരു അഭ്യൂഹം ഉണ്ടാവാൻ തുടങ്ങി, അദ്ദേഹം എവിടെ പോയി എന്നതിനെ പറ്റിയൊക്കെ. അത് എനിക്ക് വളരെ ദുഃഖകരമായ ഒരു അനുഭവമായിരുന്നു. എൻ്റെ ഉപദേശകരൊക്കെ, അതായത് ഈ ഒരു കാര്യത്തിൽ എനിക്ക് എൻ്റെ ഉപദേശകരാണ് അഡ്വൈസ് തന്നത്, അദ്ദേഹവും തന്നു. എൻ്റെ 13 വർഷത്തെ യാത്ര, ഞാൻ 2011 പ്രക്ഷോഭം മുതൽ ഈ പാർട്ടിയുടെ ഭാഗമാണ്. എൻ്റെ 13 വർഷത്തെ നീണ്ട യാത്രയെ എൻ്റെ പേരിലൊരു കുറ്റാരോപണം ചുമത്തി, ഒരു ഗൂഢാലോചന നടത്തി എൻ്റെ പേര് മോശമാക്കി. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എനിക്ക് വേണ്ടി ഒരുപാട് പേര് ദുഃഖിച്ചു. അത് സന്തോഷകരമായിരുന്നു. ഒരുപാട് പേര് എനിക്ക് വിളിച്ചു, എനിക്ക് മെസ്സേജുകൾ അയച്ചു, എനിക്ക് മെയിലുകൾ അയച്ചു. പിന്നെ എൻ്റെ ആരോഗ്യസ്ഥിതിയിൽ അവരൊക്കെ വിഷമം അറിയിച്ചു. സോ അവരെന്നെ കെയർ ചെയ്തു, എനിക്ക് വേണ്ടി അവർ ഫീലായി. അത് എൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛനും അമ്മയും ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും തന്നെ ആ ഒരു സമയം കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരുന്നു. എന്നിരുന്നാലും ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്നൊക്കെ പുറത്ത് കടന്നു. പിന്നെ എൻ്റെ കണ്ണും പഴയതുപോലെ തന്നെ ശരിയായി. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം. ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അതായത് ഇതൊരു ഹെൽത്തിന്റെ കാര്യമാണ്, വളരെ പ്രയാസമുള്ള കാര്യമാണ്. പിന്നെ അതെങ്ങനെ ട്വിസ്റ്റ് ആയിന്ന് വളരെ കഷ്ടമായിരുന്നു. ഇറ്റ് വാസ് അൺഫോർച്ചുനേറ്റ് ആൻഡ് ഐ ഹോപ്പ് ഇതുപോലൊന്നും നടക്കാൻ നല്ല കാര്യം, പാടില്ല. താങ്കൾ ഇന്നത് ക്ലാരിഫൈ ചെയ്തു. അതെ അതെ സർ, സർ, സത്യത്തിന് നല്ലതായി. അധികകാലമൊന്നും ഒളിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന് പറയാറില്ലേ? सच्चाई छुप नहीं सकती, बेबुनियाद बनावट के उसूलों से बनावट सच्चाई और खुशबू आ नहीं सकती कभी कागज के फूल। ഞാൻ പറയാൻ വന്ന കാര്യം നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ സർ. സർ, നിങ്ങൾ രണ്ടുപേരും പഞ്ചാബിയാണ്. സോ നിങ്ങൾ ആരാണ് ശരിയായ പഞ്ചാബി എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. പൊറോട്ട ആർക്കാണ് ഒരുപാട് ഇഷ്ടമെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു.
മാത്രമല്ല പഞ്ചാബി ഗാനങ്ങൾ ആരാണ് അധികമായിട്ട് കേൾക്കുന്നത്? പഞ്ചാബി പാട്ടുകൾ ഞാനാണ് അധികം കേൾക്കാറ്. പിന്നെ പറാട്ട ഇവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആ നിങ്ങളോട് ഒരു ചെറിയ റിക്വസ്റ്റ്, നിങ്ങൾ ഒരു പഞ്ചാബി പാട്ടില് ഒരു നല്ല ഡിബേറ്റ് പാടി Duet ആണോ? അയ്യോ, ഡുവറ്റോ? ഞാനെങ്ങാനും പാടാൻ തുടങ്ങിയ, അതായത് ഈ ഷോയിൽ വെച്ച് ഞാൻ പാടിയ, ലോകം മുഴുവനും ഒരുപാട് പേര് കാണുന്ന ഈ പരിപാടിയുടെ TRP വളരെ കുറയും. ഇല്ല കുറയില്ല. ഇനി ജനങ്ങളെ കൊണ്ട് അവരുടെ സ്ക്രീൻ ക്ലോസ് ചെയ്യിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇല്ല സർ, ഇഷ്ടത്തോടെ കാണൂ. നിങ്ങളോടൊരു കാര്യം പറയട്ടെ? പറയൂ. ഞാനൊരു കാര്യം പറയാൻ നന്നായി കേട്ടോളൂ. എനിക്ക് മ്യൂസിക് വളരെ ഇഷ്ടമാണ്. കുട്ടിക്കാലം മുതൽക്കേ പഠിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് യുനോ, ഞാൻ വിചാരിച്ചു എനിക്ക് മ്യൂസിക്കിനെ പറ്റി എല്ലാം അറിയാവുന്ന. ഞാൻ എന്നാണോ രാഘവിനെ കണ്ടുമുട്ടിയത്, എന്റെ മ്യൂസിക് നോളജ് 100 മടങ്ങ് അധികമാക്കി. അതെന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ്, ഹിന്ദി, പഞ്ചാബി എല്ലാ പാട്ടിന്റെ എല്ലാ ലിറിക്സും കാണാതറിയാം. എലിഫന്റ് മെമ്മറി എന്ന് പറയില്ലേ? അപ്പോ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടൂ പ്ലീസ്. ഞാൻ വേണമെങ്കിൽ പാട്ട് കണ്ടുപിടിച്ചു കൊടുക്കാം, പക്ഷെ അത് ഇവരാണ് പാടുക. पहले ललकार नाल मैं डर गई, दूजे ललकार वे अंदर बढ़ गई, तीजे ललकार नाल नो मेरा लक सिधान के दराजे विच वजया नी पट्टू फिरदे शराब नाल रजया नी पट्टू फिरदे. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇവരുടെ മേലുള്ള കുറ്റാരോപണങ്ങൾ തുടരുന്നതായിരിക്കും. ഇദ്ദേഹം പഞ്ചാബിൽ ഒരു പാട്ട് പാടിയിരുന്നു കേജ്രിവാളിനെ പറ്റി. ഒരാൾ എനിക്ക് എഴുതിയിരിക്കുകയാണ്, ഇദ്ദേഹത്തിന്റെ പാട്ട് എങ്ങനെയാണെന്ന് വെച്ചാ പരിണിതയുടെ കൂടെ ഒരു ചാൻസ് കിട്ടിയാൽ മതി. പരിണിതിയുടെ കൂടെ ഒരു ചാൻസ് കിട്ടാനോ? ഇല്ലില്ല, ലൈഫ് ലോങ് ചാൻസ്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥികൾ പരിണിതി ചോപ്രയും ഒപ്പം രാഘവ് ചഡ്ഡയും. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ പരിണിതി ചോപ്രയും ഒപ്പം രാജ്യസഭാ മെമ്പറുമായ രാഘവ് ചഡ്ഡയുടെ മേലുള്ള ആരോപണം ഇവർ രണ്ടുപേരും ഫാൾസ് പ്രിസെപ്ഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. നോക്കൂ, ജനങ്ങൾ ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രാഘവ് ചഡ്ഡ മാറിയിരിക്കുന്നു എന്ന്. മുമ്പൊക്കെ ഇദ്ദേഹം പറയുമായിരുന്നു കേജ്രിവാൾ എന്റെ ഹീറോ ആണ്, ഞാൻ അദ്ദേഹത്തിന്റെ ഫാൻ ആണെന്ന്. ഇപ്പൊ അദ്ദേഹത്തിന് ഒരു ഹീറോയിൻ മാത്രമേ ഉള്ളൂ. താങ്കൾ മാഡത്തിന്റെ ഫാനായി മാറി. സർ, രാഷ്ട്രീയ ജീവിതം നോക്കുകയാണെങ്കിൽ ഇവർ ലീഡ് റോളിലും ഞാൻ സപ്പോർട്ടിംഗ് റോളിലാണുള്ളത്. പിന്നെ ഞങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിൽ ഇവരെന്റെ ഹീറോയിൻ, ഞാൻ സപ്പോർട്ടിംഗ് റോൾ. ഇല്ല, ഇദ്ദേഹമാണ് എന്റെ ഹീറോ. സാർ ഇത് നോക്കൂ. നോ യാ, യു ആർ മൈ ഹീറോ. സാർ, രാഷ്ട്രീയം എന്ന് വെച്ചാൽ രാജ്യത്തിന് വേണ്ടിയാണ്. പരിണീതി എൻ്റെ മനസ്സിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് രണ്ടും തന്നെ അതിന്റെ കൃത്യമായ സ്ഥാനത്ത് തന്നെയുണ്ട്. ഇന്നൊരു നല്ല കാര്യം നടക്കുന്നുണ്ട് സർ. താങ്കൾ കാരണം ഇന്ന് നിറയെ റൊമാൻറ്റിക് ലൈൻ കിട്ടുന്നു എനിക്ക്. നാളെ തൊട്ട് ഇത് കിട്ടാൻ പാടായിരിക്കും. ധാരാളം ക്യാമറകളും ഉണ്ടല്ലേ? അതെ സാർ, വീട്ടിൽ ഇതുപോലെ റൊമാൻസ് ആയിട്ട് ഇദ്ദേഹം സംസാരിക്കാറില്ല. എപ്പോഴൊക്കെയാണോ നിനക്ക് റൊമാൻറ്റിക് ലൈൻസ് ആവശ്യമുള്ളത് അപ്പോഴൊക്കെ ഞാൻ ഈ ഷോയുടെ വീഡിയോ നിനക്ക് അയക്കാം. അത് കണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പഞ്ചാബിൽ ഇദ്ദേഹം ഒരു പാട്ട് പാടിയിരുന്നു കേജ്രിവാളിന് ഒരു ചാൻസ് കൊടുക്കാൻ. അതെ. ഒരാൾ എനിക്ക് എഴുതിയിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പാട്ട് എങ്ങനെയാണെന്ന് വെച്ചാ പരിണിതിയോടൊപ്പം ഒരു ചാൻസ് കിട്ടിയാൽ മതിയെന്ന്. ചാൻസ് പരിണിതിയോട് കൂടെ ഒരു ചാൻസ് കിട്ടാനോ? ഇല്ലില്ല, ലൈഫ് ലോങ് ചാൻസ്. ലൈഫ് ലോങ് ചാൻസോ? ഇൻഫാക്ട് എനിക്കാണ് നല്ലൊരു ചാൻസ് കിട്ടിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാ ഞങ്ങൾക്ക് കല്യാണാലോചന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് നടന്നു കഴിഞ്ഞിരുന്നു. എന്നോട് എല്ലാരും എന്താ പറഞ്ഞെന്നറിയോ? ഇന്ത്യയിലുള്ള എല്ലാരെക്കാളും എലിജിബിൾ ബാച്ചിലറെയാണ് നീ കല്യാണം കഴിച്ചിരിക്കുന്നത്. ആ ഭാഗ്യം എനിക്കാണ് കിട്ടിയിരിക്കുന്നത്, അദ്ദേഹത്തിനല്ല. താങ്കൾക്ക് ഇങ്ങനെ തന്നെയാണോ തോന്നുന്നത്? ഏത് എലിജിബിൾ ബാച്ചിലറിനെ വിവാഹം കഴിച്ചുവോ അതെ, അദ്ദേഹത്തിന്റെ പക്കലാണ് മൊത്തം പഞ്ചാബ് സർക്കാരിന്റെയും താക്കോലുള്ളതെന്ന്? ഓ, ഈ ചോദ്യത്തിന് ഇദ്ദേഹമാണ് ആൻസർ തരാൻ നല്ലത്. ഞാൻ ഇതിന് ഉത്തരം നൽകില്ല. താങ്കൾ അതുപോലെ പറഞ്ഞോളൂ. ഒന്നും തന്നെ ഇല്ല സർ. അതായത് ഞങ്ങളുടെ പഞ്ചാബ് കുടുംബം വളരെ സന്തോഷമുള്ള ഒന്നാണ് സർ. ദയവ് ചെയ്ത് അതിൽ കലാപം ഉണ്ടാക്കാൻ നോക്കരുത്. ഞാൻ കലാപമൊന്നും ഉണ്ടാക്കിയില്ല. രാഹുൽ ഗാന്ധിയാണ് പഞ്ചാബ് ക്യാമ്പയിനിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞത്. പഞ്ചാബ് ഗവൺമെന്റ് റിമോട്ട് കൺട്രോൾ ഭരണത്തിൽ നടക്കുന്നുവെന്ന്. ആ റിമോട്ട് കൺട്രോളിന്റെ അർത്ഥം RC എന്ന് വെച്ചാൽ രാഘവ് ചഡ്ഡയാണെന്ന്. സർ, പഞ്ചാബ് റിമോട്ട് കൺട്രോളിൽ ഓടും, ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ അതിന്റെ റിമോട്ട് കൺട്രോൾ പഞ്ചാബിലെ ജനങ്ങളുടെ കയ്യിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. അവർക്ക് എപ്പോഴാണോ ചാനൽ മാറ്റേണ്ടത് അവർ അപ്പോഴൊക്കെ ചാനൽ മാറ്റും.
പക്ഷേ അവർ പെർമനന്റ് ആയിട്ട് ഒരു ചാനൽ തിരഞ്ഞെടുക്കുകയാണ്, ആം ആദ്മി പാർട്ടി. അതിന് എല്ലാ കാലത്തേക്കും അവർ തിരഞ്ഞെടുത്തുകൊണ്ടേയിരിക്കും സാർ. അതിന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ പാർട്ടി എനിക്ക് എന്തൊക്കെ ചുമതലകൾ നൽകുന്നുവോ അതൊക്കെ ഞാൻ കൃത്യമായിട്ട് നിർവഹിക്കും. പാർട്ടി എനിക്ക് പഞ്ചാബിൽ അഡ്വൈസറായിട്ടുള്ള ഒരു പണിയാണ് തന്നിരിക്കുന്നത്, അത് ഞാൻ കൃത്യമായിട്ട് തന്നെ ചെയ്യും. എൻ്റെ സഹോദരനും കൂടിയായ പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ കൂടെ ഞാൻ ആ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കിടയിൽ വളരെ നല്ലൊരു ബന്ധം തന്നെ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം എൻ്റെ മൂത്ത സഹോദരനാണ്, അതെന്നും അങ്ങനെയാണ്. പിന്നെ ഇതും ഒരു കോയിൻസിഡൻസ് ആണ്. അദ്ദേഹം ആം ആദ്മി പാർട്ടിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സുഹൃത്ത് ആം ആദ്മി പാർട്ടിയിൽ അത് ഞാനായിരുന്നു. അദ്ദേഹം 2014 പാർട്ടിയിൽ ജോയിൻ ചെയ്തവരാണ്. അദ്ദേഹം പാർട്ടിയിൽ ചേർന്നതിന് ശേഷം ആരുടെയെങ്കിലും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ എൻ്റെ കൂടെ മാത്രമായിരിക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ MP കാലഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ലോക്സഭയിൽ പോവും, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കും. അതിലൂടെ ഞങ്ങൾക്കിടയിൽ ഒരു വലിയ ബന്ധം ഉണ്ടായിട്ടുണ്ട് സർ. ഞാൻ പറഞ്ഞിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ കല്യാണം പോലും നോക്കി നടത്തിയത് ഞാനായിരുന്നു. പക്ഷേ പ്രതിപക്ഷം, പിന്നെ രാഹുൽ ഗാന്ധി, മറ്റുള്ള നേതാക്കന്മാർ ഇവർക്ക് ഈയൊരു ശ്രമം കൂടി നടത്തായിരുന്നു. അതായത് ഈ കുടുംബത്തിൽ ഒരു വലിയ വിഭജനം ഉണ്ടാക്കിയിട്ട് അകാലിദൾ നേതാവായ ജൽജിത് സിംഗ് സീമ അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ പഞ്ചാബിൽ കേജ്രിവാൾ ഒരു സൂപ്പർ CM-നെ സൃഷ്ടിച്ചിരിക്കുകയാണെന്ന്. പഞ്ചാബിൽ സാർ, ഞാൻ പഞ്ചാബിൻ്റെ സൂപ്പർ സേവകനാണ്, ഒരിക്കലും സൂപ്പർ CM അല്ല. പിന്നെ ഞങ്ങൾ എപ്പോൾ ഒന്നിച്ചിരുന്നാലും പഞ്ചാബിനെ പറ്റി മാത്രമേ സംസാരിക്കാറുള്ളൂ സർ. ആളുകളെ പറ്റിയും അവരുടെ ചുമതലകളെ പറ്റിയുമൊക്കെ ഞങ്ങൾ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കൂ. ഞങ്ങൾ പഞ്ചാബിലെ യുവാക്കൾ മുതൽ പഞ്ചാബിലെ കർഷകർ വരെ എല്ലാവരെയും ഒരുപോലെ കാണുന്നുണ്ട്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാവർക്കും തൊഴിൽ നൽകുന്നുണ്ട്. അമരേന്ദർ സിംഗ് നേരത്തെ പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ എല്ലാ ഫയലുകളും താങ്കളാണ് ക്ലിയർ ചെയ്തതെന്ന്. ഭഗവൻ മാൻ വെറും സൈൻ മാത്രമേ ചെയ്യാറുള്ളൂ. സാർ, ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഫയൽസ് ക്ലിയർ ആവുന്നുണ്ട്, പക്ഷെ അവരുടെ കാലഘട്ടത്തിൽ അത് നടന്നിരുന്നില്ല സാർ. സാർ, അത് ആ കാലഘട്ടത്തിലെ അവസ്ഥയാണ്. അത് അകാലിദളായിരിക്കാം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സർക്കാർ ആയിരിക്കാം. ഇപ്പോൾ നല്ല ഭരണം തന്നെയാണ് നടക്കുന്നത് സാർ. ബഹുമാന്യനായ പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നല്ല ഭരണം നടക്കുന്നുണ്ട് സാർ. പിന്നെ ഈ ഇലക്ഷന്റെ സമയത്ത് ഞങ്ങൾ കേട്ടത് ചേട്ടത്തി അംബാലയിൽ മത്സരിക്കുമെന്നായിരുന്നു. സാർ, ഇത് സത്യമാണ് സാർ. ഇതുപോലുള്ള ഒരുപാട് കഥകൾ വന്നിരുന്നു. അതായത് ഇദ്ദേഹം ചണ്ഡീഗഡിൽ മത്സരിക്കാം, അല്ലെങ്കിൽ അംബാലയിൽ മത്സരിക്കാം എന്നൊക്കെ. എനിക്ക് ഇതിനെപ്പറ്റി എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, ഒരു രാഷ്ട്രീയ നേതാവിനും പിന്നെ ഒരു നടിക്കും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതുപോലുള്ള റൂമേഴ്സൊക്കെ ഒരുപാട് വരും. അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്കറിയാവുന്നിടത്തോളം ഇവർക്ക് പൊളിറ്റിക്സിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇവർ മത്സരിക്കാൻ പോകുന്നത്, നിങ്ങൾ തന്നെ പറ. ഇൻഫാക്ട് ഞാൻ ആ ആർട്ടിക്കിൾ കണ്ടപ്പോൾ ആദ്യം ഇവർക്ക് തന്നെ അത് അയച്ചു കൊടുത്തത്. ഇവർ അത് കണ്ടിട്ട് തന്നെ ഒരുപാട് കളിയാക്കി. ഞങ്ങൾ ആ ആർട്ടിക്കിൾ കണ്ടിട്ട് ഒരുപാട് നേരം ചിരിച്ചു. ഇതാണ് വ്യാജ വാർത്തകളുടെ കാര്യം. അതാരെങ്കിലും ഉണ്ടാക്കിയാൽ മതി, എല്ലാവരിലേക്കും വേഗത ചെന്നെത്തും. താങ്കൾക്ക് രാഷ്ട്രീയത്തിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ലേ? സർ, താങ്കൾ ചോദ്യമൊന്നും ചോദിക്കാൻ പോകുന്നില്ലല്ലോ. ഇല്ല, ചോദിക്കില്ല. ടെസ്റ്റ് ഒന്നും വെക്കില്ലല്ലോ. തീർച്ചയായിട്ടും ചോദിക്കില്ല. സാർ, എനിക്ക് അത്രയ്ക്കൊന്നും അറിയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇതുകൊണ്ടാണ് എന്തെങ്കിലും ഒന്നും അറിയില്ലെന്നും പറയില്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും പറയില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. ഇൻഫാക്ട് എന്നോട് പേഴ്സണാലിറ്റി എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു അറിയാവോ? പിന്നീട് എനിക്ക് എന്നോട് തന്നെ ദേഷ്യം വരും. അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് അതിനെപ്പറ്റി പഠിച്ച് അതിന്റെ എക്സ്പെർട്ട് ആയി അതെ, മാറും. ഇത് സത്യമാണ്. ഇവരുടെ ഈ ഒരു കാര്യം കണ്ടിട്ട് ഞാൻ വളരെ സർപ്രൈസ് ആയിട്ടുണ്ട്. അതാണ് യാഥാർത്ഥ്യം. ഇവർക്ക് നാസയുടെ ഓപ്പറേഷൻസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് അറിയാം. പിന്നെ ഒരു ഭക്ഷണത്തിന്റെ റെസിപ്പിയെ പറ്റിയും അതിലെന്തൊക്കെ കൂടുതലുണ്ട് കുറവുണ്ട് ഇതൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇവർക്ക് എല്ലാ സബ്ജക്റ്റുകളിലും നല്ല നോളജ് ഉണ്ട്. അതിനെപ്പറ്റി എനിക്ക് പോലും അറിയില്ല. എനിക്ക് ബോറടിച്ച് എന്ത് ചെയ്യുന്നറിയോ, ഉടനെ തന്നെ യൂട്യൂബ് പോയി അതിനകത്ത് സെർച്ച് ചെയ്ത് സർജറി എങ്ങനെ നടത്തുമെന്ന് നോക്കും. എനിക്ക് എത്രത്തോളം വേരിയന്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണെന്ന് വെച്ചാൽ ഞാൻ എല്ലാത്തിലും എക്സ്പെർട്ട് ആവണമെന്ന് ആഗ്രഹിക്കും. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരേ ഒരു കാര്യമാണ്, അതായത് രാഷ്ട്രീയം. സാർ, പക്ഷേ ഇപ്പം ഞാൻ ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഞാൻ എല്ലാം സെർച്ച് ചെയ്ത് അതിൽ എക്സ്പെർട്ട് ആണോ എന്ന് വിചാരിക്കുന്നത് കൊണ്ട് അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കും. പക്ഷേ കളത്തിലേക്ക് ഇറങ്ങാൻ മടിയാണ് സാർ. ഞാൻ വിചാരിക്കുന്നു വീട്ടില് ഒരു രാഷ്ട്രീയക്കാരൻ മതി. ഒരുവർക്കകത്ത് ഒരു കത്തി ഉണ്ടാവാൻ പാടില്ല. അത് ശരിയാണ്. പൊളിറ്റിക്സിൽ ഇവർക്ക് താല്പര്യം ഇല്ലാതിരിക്കാം, പക്ഷേ പൊളിറ്റീഷ്യനോട് ഇവർക്ക് താല്പര്യം ഉണ്ടായേ തീരുള്ളൂ, അല്ലെങ്കിൽ ശരിയാവില്ല. സോ സ്വീറ്റ്. ഇപ്പൊ ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാം. ഫൈനൽ റൗണ്ട് ആണ്. രാഘവ് സർ, ഞാൻ എന്താ അറിയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാ, ഇതിനു മുമ്പ് അമ്മയുടെ വഴക്ക് മാത്രം കേട്ടാ മതി, പക്ഷെ ഇപ്പോ പന്നതി മാമിന്റെ വഴക്കൂടി കേൾക്കാന്ന് കേട്ടല്ലോ. സാർ, ഇന്ന് എല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത് പോലെ ഉണ്ടല്ലോ. നോക്കൂ, അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് ഞങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു.
അവര് ഇതുവരെ ഞങ്ങളെ എനിക്കിപ്പോൾ 36 വയസ്സായി, പക്ഷേ ഇതുവരെ എൻ്റെ ഓർമ്മയിൽ എന്നെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ മുത്തം തരികയോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ മുടി ചീകി തന്നിട്ടില്ല. ഇതുപോലെയൊന്നും അമ്മ സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ അവരെന്നെ ഒരുപാട് വഴക്ക് പറയുമായിരുന്നു. അതാണ് അവർ പ്രകടിപ്പിക്കുന്ന സ്നേഹം. ആ സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും സർ. സോ അമ്മയുടെ സ്നേഹം പല രൂപത്തിലായിരിക്കാം. അമ്മ പല രൂപത്തിൽ സ്നേഹം പ്രകടിപ്പിക്കും. എൻ്റെ അമ്മയുടെ സ്നേഹം എനിക്ക് ആ രൂപത്തിലാണ് കിട്ടിയത്. പിന്നെ എൻ്റെ ഭാര്യയെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ വഴക്ക് ഇല്ല, ഒരു ദിവസം വഴക്കുണ്ടാവാറില്ല. നിങ്ങളത് അങ്ങനെ ചോദിച്ചു. ഞങ്ങൾക്ക് നോക്കൂ, ഞങ്ങൾക്കിടയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഞാൻ എൻ്റെ തെറ്റുകളൊക്കെ സമ്മതിക്കാറുണ്ട്. അതൊക്കെ ഇവർ മനസ്സിലാക്കാറുമുണ്ട്. പിന്നെന്താ പ്രശ്നം? എല്ലാ പ്രോബ്ലങ്ങളും അതിലൂടെ സോൾവ് ആകുമല്ലോ. തെറ്റെപ്പോഴും നിങ്ങളാണ് ചെയ്യുന്നത്. എപ്പോഴും ഒരാൾ മാത്രമേ തെറ്റ് ചെയ്യാറുള്ളൂ. നോ കമന്റ്സ്. നോക്കൂ, ജീവിതത്തിൽ, അതായത് ദാമ്പത്യ ജീവിതത്തിൽ ഒരു മന്ത്രമുണ്ട്. നിങ്ങളത് മനസ്സിലാക്കുകയാണെങ്കിൽ ജീവിതം സക്സസ്ഫുൾ ആയിരിക്കും. അതെന്താണെന്നാൽ ഹാപ്പി വൈഫ് ഈസ് ഹാപ്പി ലൈഫ്. ഭാര്യ സന്തോഷവതിയാണെങ്കിൽ ജീവിതവും സന്തോഷപൂർണ്ണമായിരിക്കും. എൻ്റെ ഭാര്യയെ ഞാൻ എപ്പോഴും സന്തോഷപൂർണ്ണമായിട്ട് തന്നെ നിലനിർത്തും. ഭാര്യയുടെ കൂടെ സമയം ചെലവഴിക്കണം. ആരോപണവും ഇപ്പം എനിക്ക് നേരെയുണ്ട്. അതായത് കൂടുതൽ സമയം ഭാര്യയുടെ കൂടെ ചെലവഴിക്കുന്നു, ജോലി കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന്. ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെയാണ് സമയം ചെലവഴിക്കുന്നത്. വേറെ ആരുടെയും ഭാര്യയുടെ കൂടെ അല്ലല്ലോ ചെലവഴിക്കുന്നത്. പണ്ടുള്ളവരൊക്കെ പറയാറില്ലേ, നിങ്ങളും കേട്ടിരിക്കും. അതായത് क्या शरीफ शख्स है बीवी से प्यार करता है, क्या शरीफ शख्स है बीवी से प्यार करता है, उस पर कमाल देखिए कि अपनी से प्यार करता है. ഞാൻ എൻ്റെ പക്ഷേ ഭാര്യയെ ഒന്നുണ്ട്. എല്ലാ കാലവും സ്നേഹിക്കും. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാവേ. എത്ര പേർക്ക് എന്നെ വർഷങ്ങളായിട്ട് അറിയുവോ? എന്നെ ക്യാമറയ്ക്ക് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരായാലും ഞാൻ എങ്ങനെയാണോ ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്. ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ മാത്രമേ ആക്ടിങ് ചെയ്യാറുള്ളൂ, അതായത് സെറ്റിലിരിക്കുമ്പോൾ. സോ ഓഫ് കോഴ്സ് നിങ്ങൾക്കെല്ലാം അറിയാം, എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഞാൻ അതങ്ങ് തുറന്നു പറഞ്ഞിരിക്കും. ദേഷ്യമായാലും സന്തോഷമായാലും കരച്ചിലായാലും. ദൈവം എനിക്ക് ഫിൽട്ടർ ഒന്നും തന്നിട്ടില്ലല്ലോ, ജെനുവൻലി. പിന്നെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കല്യാണത്തിന് ശേഷം എന്തെങ്കിലും ചേഞ്ച് നടക്കുമെന്ന്. ഞാൻ എൻ്റെ ശീലങ്ങളൊക്കെ മാറ്റണോ, എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റണോ, ഇദ്ദേഹത്തിനും ചിലപ്പോൾ തോന്നാം, എനിക്കും ചിലപ്പോൾ തോന്നാം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടോ, ഹീസ് ദ ബെസ്റ്റ് ഹസ്ബൻഡ് ഇൻ ദ വേൾഡ്. ഞാൻ ഒരു വലിയ ഡ്രാമ ക്യൂനാണെന്ന് വേണേ പറയാം. എന്റെ ഇമോഷൻസ് പെട്ടെന്ന് വെളിയിൽ വരും, അത് കരച്ചിലായാലും സന്തോഷമായാലും എന്തായാലും. പക്ഷെ ഇദ്ദേഹത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ല. ഇദ്ദേഹം ഒരിക്കലും നീ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയില്ല. എന്നാലും ഞാനിത് പറഞ്ഞേ മതിയാവും. ഇദ്ദേഹത്തെ പോലെ ഒരു നല്ല മനുഷ്യൻ എന്നെ ഒരു നല്ല മനുഷ്യസ്ത്രീയായി മാറ്റിക്കഴിയും. എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം നല്ലൊരു മനുഷ്യസ്നേഹിയാണ്. ഇദ്ദേഹം എന്നെ മാറ്റിയതുപോലെ. മാത്രമല്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാലും എങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചാലും ഫുൾ ഫ്രീഡം തരും. ഹീസ് just the dream husband that every girl wants. താങ്കൾ വളരെ നന്നായിട്ട് പറഞ്ഞിരിക്കുന്നു. സാർ ഇവരെന്നെ ഇത്രയ്ക്കും പ്രശംസിച്ച ശേഷം ഞാൻ ഇവരെ തിരിച്ച് പ്രശംസിച്ചില്ലെങ്കിൽ ശരിയാവില്ല സാർ. അതുകൊണ്ട് ഞാനും പ്രശംസിക്കാം. ആവശ്യമില്ല. അതായത് ഇവർ എത്തരത്തിലുള്ള ലോകത്തിൽ നിന്നാണ് വന്നതെന്നാൽ വളരെ പ്രശസ്തികളുള്ള ഒരു ലോകം, ഒരുപാട് തിളക്കമുള്ള ഒരു ലോകം, വലിയ സ്റ്റാർഡമുള്ള ഒരു ലോകം. രാഷ്ട്രീയ നേതാക്കളെക്കാളും സ്റ്റാർഡം ഇവർക്കുണ്ടല്ലോ. ഒരു വലിയ സ്റ്റാർ ലോകത്തിൽ നിന്ന് വന്നവരാണിവർ. പക്ഷെ ആ ലോകത്തിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് ഇവരുടെ ലോകത്ത് അവരൊരു സിംഹമായിരിക്കാം അല്ലേ? പക്ഷേ അവർ ആ ലോകത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വളരെ വളരെ സിമ്പിളായിട്ട്, അതായത് എല്ലാവരും പറയാറില്ലേ, ഒരു ഹംബിൾ, സിമ്പിൾ, ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു സ്ത്രീ വീട്ടിലുണ്ടാവുമെന്ന്. അതാണ് ഇവരുടെ ശരിക്കുമുള്ള ക്യാരക്ടർ. ഞാൻ ഈ കാര്യം ഇവരോട് 2-3 തവണ പറഞ്ഞിട്ടുണ്ട്. ഇവര് ജനിച്ചതും വളർന്നതും ഒക്കെ അംബാലയിലാണ്. യു കനോട്ട് ടേക്ക് പരിണിതി ഔട്ട് ഓഫ് അംബാല ആൻഡ് യു കാൻ ടേക്ക് അംബാല ഔട്ട് ഓഫ് പരിണിതി. ഇവർ അംബാലയിൽ നിന്ന് പുറത്തു വന്നിരിക്കാം, പക്ഷേ അംബാലയുടെ ആ ഒരു സിംപ്ലിസിറ്റി ഇവർക്കുള്ളിലുണ്ട്. ഇവരുടെ ആ ഒരു നേച്ചർ ഇവർക്കുള്ളിൽ നിന്നൊരിക്കലും പുറത്താക്കാൻ പറ്റില്ല. ഞാനത് കണ്ട് അനുഭവിച്ചവനാണ്. ഞാൻ ആ കാര്യത്തിൽ ഭാഗ്യം ചെയ്തവനാണ്. അതായത് ഇവരെ കല്യാണം കഴിക്കാൻ പറ്റിയത്. സംസാരിക്കുമ്പോൾ ഏത് സബ്ജക്റ്റാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഓഫ് കോഴ്സ് താങ്കൾക്കറിയാം ഞങ്ങളുടേതൊരു ലോങ് ഡിസ്റ്റൻസ് കല്യാണമായിരുന്നു എന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ബോംബെയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ രാഘവാണെങ്കിൽ പഞ്ചാബിലെ ഡൽഹിയിലായിരുന്നു. ഇതുപോലുള്ള സമയത്ത് ഞങ്ങൾക്ക് നിറയെ യാത്രകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പരസ്പരം കണ്ടുമുട്ടാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ട്. സോ ഞങ്ങൾ എപ്പോൾ ഒന്നിച്ചിരുന്നാലും ഞങ്ങൾ ഫാമിലിയുടെ കൂടെ ഇരിക്കാറുള്ളൂ. ഞങ്ങളെപ്പോഴും ഫാമിലിയുടെ കൂടെയാണ് സമയം ചിലവഴിക്കുന്നത്. ആക്ച്വലി ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് എങ്ങും ഡേറ്റിങ്ങിന് പോയിട്ടില്ല. ഇപ്പോഴാണ് ഞങ്ങളുടെ ഡേറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇതില് രാഷ്ട്രീയവും വേറെ ഒരു ജോലിയും കൊണ്ടുവരില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ സമയം കണ്ടെത്തും. ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലി വളരെ സിമ്പിളുമാണ്, സിമിലറുമാണ്. സോ രണ്ട് ഫാമിലി എപ്പോഴും ഒന്നിച്ചുണ്ടാവും, സന്തോഷമായിട്ടിരിക്കും. ഐ ഹോപ്പ് അത് നിങ്ങൾ മാറാനേ വളരെ നല്ല പാടില്ല. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. യങ് കപ്പിൾസിന് നിങ്ങളുടെ അടുത്ത് നിന്ന് പഠിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. അത്രയ്ക്ക് നല്ലൊരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്കുള്ളിൽ. ഞാൻ നിങ്ങളുടെ മേലുള്ള കുറ്റാരോപണങ്ങൾ നിർത്തുകയാണ്. Yes. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ രാഷ്ട്രീയപരമായി പല ചോദ്യങ്ങളും ചോദിച്ചു, ഗ്ലാമർ രീതിയായ ചോദ്യങ്ങളും ചോദിച്ചു, പരിണിതിയോടും രാഘവനോടും എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിച്ചു. ഇവരെല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായ ഉത്തരങ്ങൾ നൽകി നമുക്ക്. ഇവർ എല്ലാ ചോദ്യങ്ങൾക്കും മനസ്സിനുള്ളിൽ നിന്നും വ്യക്തമായ ഉത്തരങ്ങൾ നമുക്ക് നൽകി. ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ ജഡ്ജിയായ ദിലീപ് ചെറിയാന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ പരിണിതി ചോപ്രയോടും രാഘവ് ചഡ്ഡയോടുമാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. ഇപ്പോൾ ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ ദിലീപ് ചെറിയാന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആം ആദ്മി പാർട്ടിക്കാർക്ക് ഇതുപോലത്തെ ബെയിൽ കിട്ടുവാണെങ്കിൽ വളരെയധികം അവർ സന്തോഷപ്പെടും. പക്ഷേ ഇന്ന് നിങ്ങൾ പരിണിതിയുടെ ഒപ്പമാണ് ട്രയലിനായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് കിട്ടിയിട്ടുണ്ട്. രണ്ടുപേർക്കും നോട്ട് ഗിൽറ്റി എന്ന് പറഞ്ഞ് വേർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ട്രഷറായിട്ടിരുന്ന് നിങ്ങളിന്ന് നിങ്ങളുടെ ട്രഷർ തന്നെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. സോ ആ സിറ്റുവേഷനിൽ മുന്നോട്ട് പോയി ഒരുപാട് കഥകൾ ഉണ്ടാക്കണം. നിങ്ങൾ ഒരുപാട് ലവ് സ്റ്റോറീസും കാണിക്കണം. സോ ഐ ഡിക്ലെയർ യു ബോത്ത് നോട്ട് ഗിൽറ്റി ഓഫ് എനി ഓഫ് ദ ഡിക്ലറേഷൻസ് ഓഫ് യു, മിസ് പെർസെപ്ഷൻ ആൻഡ് മിസ് ഇൻഫർമേഷൻ ഓഫ് യു. അതിൽ നിങ്ങളൊന്ന് ശ്രദ്ധയോടെ ഉണ്ടാവണം. അവിടെ നിങ്ങൾ മേ ബി പിന്നെ നിങ്ങൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ അതിനുവേണ്ടി നിങ്ങൾ ബെസ്റ്റ് സൊല്യൂഷനും കൂടെ എടുക്കണം. ഇതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി. താങ്ക് യു സർ. താങ്ക് യു, രക്ഷപ്പെട്ടു. താങ്ക് യു സോ മച്ച് സർ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ രാജ്യത്തുള്ള എല്ലാ നീതിപീഠങ്ങളും രാവിലെ വിചാരണ തുടങ്ങി വൈകുന്നേരം വിധി പറയുകയാണെങ്കിൽ നമ്മുടെ ജുഡീഷ്യൽ ബാക്ക്ലോഗ് കുറയും സർ. അതായത് ഈ നീതിപീഠം പോലെ തന്നെ എല്ലാ നീതിപീഠങ്ങളും ആവണം. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്, പരിണിതിയും രാഘവും ഇതുപോലെ എപ്പോഴും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടേയിരിക്കണം, സന്തോഷമായിരിക്കണം. പിന്നെ മറ്റുള്ളവർക്ക് എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. യഥാർത്ഥത്തിൽ ഭാര്യയും ഭർത്താവും ജീവിതത്തിൽ എങ്ങനെ സന്തോഷമായിട്ടിരിക്കണം, പരസ്പരം മനസ്സിലാക്കണം, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ വിചാരണ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയോടൊപ്പം ഞാൻ നിങ്ങളെ വീണ്ടും വന്ന് കാണുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.